മൊഡ്യൂൾ എന്ന് പറയുന്നത് ജോമെട്രി ഓഫ് സ്പേസ് ആൻഡ് വെക്റ്റർ വാല്യൂഡ് ഫങ്ഷൻസ് ആണ്. സോ ഹെഡിങ് പറഞ്ഞിരിക്കുന്ന പോലെ നമ്മൾ ഇതിനകത്ത് ജോമെട്രി ഓഫ് സ്പേസും പിന്നീട് വെക്റ്റർ വാല്യൂഡ് ഫങ്ഷൻസിനെ കുറിച്ചുമാണ് പറയുന്നത്. സോ ഫസ്റ്റ് നമ്മൾ ഇക്വേഷൻ ഓഫ് ലൈൻസ് ഇൻ സ്പേസ് ആണ് പറയുന്നത്. നമ്മൾ 2 ഡയമെൻഷണൽ സ്പേസിനകത്ത് ലൈനിൻ്റെ ഇക്വേഷൻ കാണുന്നത് നമുക്കറിയാം. y = mx + c ആ ഒരു ഫോമാറ്റ് 2 പോയിന്റ്സ് തന്നു കഴിഞ്ഞാൽ എങ്ങനെ ആ 2 പോയിന്റ്സിലൂടെ പാസ് ചെയ്യുന്ന ലൈനിൻ്റെ ഇക്വേഷൻ കാണാം. അങ്ങനെയൊക്കെ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ 2 ടൈപ്പ് ഓഫ് ഇക്വേഷൻസ് ആണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് ലൈൻ, നെക്സ്റ്റ് വൺ ഈസ് സിമെട്രിക് ഇക്വേഷൻ ഓഫ് ലൈൻ. സോ ഫസ്റ്റ് നമ്മൾ പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് ലൈൻ പറയാൻ വേണ്ടിയിട്ട് നമ്മളോട് ഒരു പോയിന്റിലൂടെ നമ്മൾ മുന്നേ 2 ഡയമെൻഷനിൽ പഠിച്ചപ്പോൾ 2 പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഒരു പോയിന്റും ആ ഒരു ലൈനിൻ്റെ സ്ലോപ്പും തന്നു കഴിഞ്ഞാൽ ഇക്വേഷൻ കണ്ടുപിടിക്കുക, അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു പോയിന്റ് തന്നിട്ടുണ്ട്. x0 y0 z0 എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ലൈനാണ്. ദാറ്റ്സ് പാരലൽ ടു എ വെക്റ്റർ v = abc. abc എന്ന് പറയുന്ന ഒരു വെക്റ്ററിന് പാരലലും ആണ് ആ ലൈൻ എന്ന്. ഈ 2 കൺസെപ്റ്റാണ് നമുക്ക്, 2 ഐഡിയ ആണ് നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് യൂസ് ചെയ്ത് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ആ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് x = x0 + at, y = y0 + bt, z = z0 + ct. ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് ഒരു പോയിന്റ്, ആ ഒരു ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റും അതിന് പാരലൽ ആയിട്ടുള്ള ഒരു വെക്ടറും തന്നു കഴിഞ്ഞാൽ പാരാമെട്രിക് ഇക്വേഷൻ കാണാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷനിൽ നമുക്ക് എന്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. സോ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഇവിടെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ഫൈൻഡ് പാരാമെട്രിക് ഇക്വേഷൻ ഫോർ ദി ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ് p0 - 2 1 3 ആൻഡ് പാരലൽ ടു ദി വെക്റ്റർ v = 1 2 - 2. ഓക്കെ, സോ നമുക്കിവിടെ x0 - 2 ആണ്, y0 1 ആണ്, 3 എന്താണ്? 3 എന്ന് പറയുന്നത് z0 ആണ്. ദെൻ a = 1, b = 2, c = -2. സോ നമുക്കിത് ജസ്റ്റ് ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ട പാടേ ഉള്ളൂ. അത് കൊടുക്കുമ്പോൾ നമുക്ക് എന്താ വരിക? x = x0 എന്ന് പറയുന്നത് -2 + at, at എന്ന് പറയുന്നത് 1 × t. സോ x = -2 + t എന്ന് വരും. y = എന്താ വരിക? y0 എന്ന് പറയുന്നത് 1 ആണ്, 1 + 2 × t. സോ y = 1 + 2t. ദെൻ z = 3 - 2t. സോ ഇതാണ് എന്തെന്ന് പറയുന്നത്, തന്നിരിക്കുന്ന ഇവർ പറഞ്ഞിരിക്കുന്ന ലൈനിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഹിയർ ഈ ABC എന്ന് പറയുന്നതിനെ നമ്മൾ ഡയറക്ഷൻ നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ സിമെട്രിക് ഇക്വേഷൻസ് ഓഫ് എ ലൈൻ ആണ് പറയുന്നത്. ഇവിടെ നമുക്ക് എന്താണ് തന്നിരിക്കുന്നത്? ദ സിമെട്രിക് ഇക്വേഷൻ ഓഫ് ദി ലൈൻ L പാസിംഗ് ത്രൂ ദ പോയിന്റ് p0 x0 y0 z0 ആൻഡ് പാരലൽ ടു ദി വെക്റ്റർ v = abc are x - x0 by a = y - y0 by b = z - z0 by c. സോ നമുക്ക് മുന്നേ തന്നിരിക്കുന്ന പോയിന്റും ഒരു പോയിന്റും തന്നിട്ടുണ്ട്, പാരലൽ ആയിട്ടുള്ള ഒരു വെക്ടർ മാത്രമേ തന്നിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ സിമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ദെൻ എനിവേ നമ്മൾ ഡിവൈഡഡ് ബൈ എ ഡിവൈഡഡ് ബൈ ബി ഡിവൈഡഡ് ബൈ സി എന്നൊക്കെ കൊടുക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? എയും ബിയും സിയും ഒക്കെ നോൺ സീറോ ആണെന്നുള്ള മീനിങ്ങിലാണ്. അല്ലാതെ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ a = 0 ആണെങ്കിൽ നമുക്ക് എന്താണ് പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത്? x = x0, y = y0 + bt, z = z0 + ct ആയിരിക്കും ഈ തന്നിരിക്കുന്ന കണ്ടീഷൻ അനുസരിച്ചിട്ട്. ഓക്കെ, സോ അതിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ അതാണെങ്കിൽ സിമെട്രിക് ഇക്വേഷൻ എന്തായിരിക്കും? നമ്മൾ ഡിവൈഡഡ് ബൈ എ എന്ന് കാണുമ്പോൾ നമ്മൾ ഡിവൈഡഡ് ബൈ 0 എന്ന് കൊടുക്കാൻ പാടില്ല. ഇത് a ≠ 0 ആയിട്ടുള്ള കേസിൽ മാത്രമാണ് ഇങ്ങനെ പറയുന്നത്. സോ നമുക്ക് എന്ത് വരും? സിമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത് x = x0, y - y0 by b = z - z0 by c എന്ന് വരും. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഫൈൻഡ് പാരാമെട്രിക് ഇക്വേഷൻ ആൻഡ് സിമെട്രിക് ഇക്വേഷൻ ഫോർ ദി ലൈൻ L പാസിംഗ് ത്രൂ ദി പോയിന്റ്സ് -3 3 -2 ആൻഡ് 2 - 1 4. സോ നമുക്ക് മുന്നേ വരെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു പോയിന്റും പാരലൽ ആയിട്ടുള്ള ഒരു വെക്ടറും തന്നു കഴിഞ്ഞാൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ലൈനിൻ്റെ ഇക്വേഷൻ കാണാൻ. നമുക്ക് അങ്ങനെയാണ് ഫോർമുല തന്നിരിക്കുന്നത്. ഓക്കെ, പക്ഷെ ഇവിടെ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? 2 പോയിന്റ്സ് ആണ് തന്നിരിക്കുന്നത്. 2 പോയിന്റ്സ് തന്നാൽ എങ്ങനെയാണ് നമ്മൾ ഒരു വെക്ടർ കണ്ടുപിടിക്കുന്നത്? പാരലൽ ആയിട്ടുള്ള ഒരു വെക്ടർ കണ്ടുപിടിക്കുന്നത് നോക്കണം. ഓക്കെ, സോ നമുക്ക് പാസ് ചെയ്യുന്ന ആ ഒരു ലൈൻ പാസ് ചെയ്യുന്ന 2 പോയിന്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്.
നമ്മൾ ആ ഒരു വെക്ടറിനെ പി ക്യു എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. പി ക്യു എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ക്യൂവിൻ്റെ കോർഡിനേറ്റ്സ് മൈനസ് പിൻ്റെ കോർഡിനേറ്റ്സ്. ക്യൂവിൻ്റെ കോർഡിനേറ്റ്സ് എന്താണ്? 2 മൈനസ് -3 5 വരും. -1 -3 -4 വരും. 4 മൈനസ് -2 സോ 6 വരും. സോ പി ക്യു എന്ന് പറയുന്ന വെക്ടർ 5 - 4 6 ആയിരിക്കും. സോ ഈ പി ക്യു എന്ന് പറയുന്ന വെക്ടർ എന്താണ്? പാരലൽ ടു ആ ഒരു ലൈനാണ്. ഓക്കെ, സോ നമുക്ക് പോയിന്റ് എന്ന് പറയുന്നത്, ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് പോയിന്റ് എടുക്കാം, ദെൻ വെക്റ്റർ എന്ന് പറയുന്നത് ഇതെടുക്കാം. അങ്ങനെയാണെങ്കിൽ പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത് x ഈക്വൽ ടു x0 പ്ലസ് AT എന്നല്ലേ? സോ x ഈക്വൽ ടു -3 പ്ലസ് 5t, y ഈക്വൽ ടു 3 മൈനസ് 4t, z ഈക്വൽ ടു -2 പ്ലസ് 6t. ദെൻ നെക്സ്റ്റ് നമുക്ക് സിമെട്രിക് ഇക്വേഷൻ ആണ് കാണേണ്ടത്. സിമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? സോ സിമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? x plus 3 by 5 equal to y minus 3 by -4 equal to z plus 2 by 6. ഇവിടെ ശരിക്കും നമുക്ക് മുന്നേ തന്നിരിക്കുന്ന ഫോർമുലയിൽ ആ x0 y0 z0ൻ്റെയും ABCയുടെയും വാല്യൂ കൊടുക്കേണ്ട കാര്യമുള്ളൂ. നെക്സ്റ്റ് ആ ക്വസ്റ്റ്യൻ്റെ നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? അറ്റ് വാട്ട് പോയിന്റ് ഡസ് L intersect the XY പ്ലെയിൻ എന്നാണ്. XY പ്ലെയിനിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്? XY പ്ലെയിനിനകത്തൂടെ പാസ് ചെയ്യുന്നു. എനിവേ പാരലായിരിക്കാം, അതിനകത്ത് ഫുള്ളി കിടക്കുന്നതായിരിക്കാം ആ ലൈൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിലൂടെ കടന്നു പോകുന്നതായിരിക്കാം. എന്ത് തന്നെയായാലും XY പ്ലെയിനിലാണ് ആ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പോയിന്റ് എന്ന് പറയുന്നതിന് എന്തായിരിക്കും? സെഡ് കോർഡിനേറ്റ് 0 ആയിരിക്കും. സോ നമുക്ക് ഈ തന്നിരിക്കുന്ന ഇക്വേഷനകത്ത്, ഇതാണ് നമ്മുടെ ഇക്വേഷൻ എങ്കിൽ ഇതിനകത്ത് സെഡ് വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. സോ സെഡ് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? x പ്ലസ് 3 by 5 ഈക്വൽ ടു y മൈനസ് 3 by -4 ഈക്വൽ ടു 2 by 6 ദാറ്റ്സ് ഈക്വൽ ടു 1 by 3 എന്ന് കിട്ടും. സോ x പ്ലസ് 3 by 5 ഈക്വൽ ടു 1 by 3, y മൈനസ് 3 by -4 ഈക്വൽ ടു 1 by 3 എന്ന് വരും. ദെൻ നമ്മളിത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x ഈക്വൽ ടു -4 by 3 ആൻഡ് y ഈക്വൽ ടു 5 by 3 എന്ന് കിട്ടും. നെക്സ്റ്റ് ഇക്വേഷൻ ഓഫ് പ്ലെയിൻ ഇൻ സ്പേസ്. ഒരു സ്പേസിലെ ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പോയിന്റും ആ ലൈനിന് പാരലായിട്ടുള്ളൊരു വെക്ടറും അതിന് വേണ്ടത്, അല്ലെങ്കിൽ രണ്ട് പോയിന്റ്സ്, ആ ലൈൻ പാസ് ചെയ്യുന്ന രണ്ട് പോയിന്റ്സ്. ഇവിടെ നമുക്ക് ഒരു പ്ലെയിനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ആ പ്ലെയിനകത്തുള്ള ഒരു ലൈ ചെയ്യുന്ന ഒരു പോയിന്റും ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടറും. മറ്റേ ലൈനിന് നമ്മൾ പാരലൽ ആയിട്ടുള്ള വെക്ടറാണ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്താണ് വേണ്ടത്? പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടറാണ്. സോ ഈ x0 y0 z0 എന്ന് പറയുന്നത് ഒരു പോയിന്റ്, പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ n ഈക്വൽ ടു ABC. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പ്ലെയിനിൻ്റെ ഇക്വേഷൻ, സ്പേസിൽ പ്ലെയിനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. സോ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ദി ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ, സ്റ്റാൻഡേർഡ് ഫോം എന്നാണ് ഇതിൻ്റെ ആ ഒരു ഫോർമുലയുടെ പേര്. സോ നമുക്ക് ഈ പോയിന്റും ഉണ്ട്, പെർപെൻഡിക്കുലർ വെക്റ്റർ n ഉണ്ട്. ദെൻ ആ ഒരു പ്ലെയിനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? a ഇൻറ്റു എക്സ് മൈനസ് x0 പ്ലസ് b ഇൻറ്റു y മൈനസ് y0 പ്ലസ് c ഇൻറ്റു z മൈനസ് z0 ഈക്വൽ ടു 0. ഇതാണ് ആ പ്ലെയിനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ദെൻ നമുക്കിത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ax മൈനസ് ax0 പ്ലസ് by മൈനസ് by0 പ്ലസ് cz മൈനസ് cz0 ഈക്വൽ ടു 0 എന്ന് പറയാൻ പറ്റും. ദെൻ ഇവിടെ a എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്, x0 കോൺസ്റ്റൻ്റ് ആണ്, b കോൺസ്റ്റൻ്റ് ആണ്, y0 കോൺസ്റ്റൻ്റ് ആണ്, c കോൺസ്റ്റൻ്റ് ആണ്, മൈനസ് z0 കോൺസ്റ്റൻ്റ് ആണ്. സോ നമുക്ക് ഇതിനെയെല്ലാം കോൺസ്റ്റൻസിനെ ഒരു ഭാഗത്തേക്കും വേരിയബിൾ ടേംസിനെ ഒരു ഭാഗത്തേക്കും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ax പ്ലസ് by പ്ലസ് cz പ്ലസ് നമുക്ക് കുറച്ച് കോൺസ്റ്റൻ്റ് കിട്ടും. If we put ax0 plus by0 plus cz0 equal to d, then we can write the standard equation of plane as ax plus by plus cz equal to d. So
നമുക്കൊരു പ്ലെയിനിൻ്റെ ഇക്വേഷൻ AX + BY + CZ = D ആണെന്ന് തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ABC എന്ന് പറയുന്നത് ആ ഒരു പ്ലെയിനിൻ്റെ നോർമൽ വെക്റ്റർ ആണെന്ന് പറയാം. നോർമൽ വെക്റ്റർ എന്ന് വെച്ചാൽ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്റ്റർ ആണെന്ന് പറയാം. സോ every plane in space can be represented by a linear equation AX + BY + CZ = D, where A, B and C are not all equal to 0. Conversely, every linear equation AX + BY + CZ = D represents a plane in space having a normal vector ABC. So ഇവിടെ XYZന്റെ കോഎഫിഷ്യന്റ് ABC എന്ന് പറയുന്ന കോഎഫിഷ്യന്റ് ആണ് എന്തായിട്ട് വരുന്നത്? നോർമൽ വെക്റ്റർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ തന്നിരിക്കുന്നത് ഫൈൻഡ് ആൻ ഇക്വേഷൻ ഓഫ് ദി പ്ലെയിൻ കണ്ടെയ്നിങ് ദി പോയിന്റ്സ് 3, -1, 1, 1, 4, 2, 0, 1, 4. സോ നമുക്ക് 3 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഈ 3 പോയിന്റ്സ് എന്താണ്? പ്ലെയിനകത്തുള്ള പോയിന്റ്സ് ആണ്. സോ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇതിൻ്റെ ആ 3 പോയിന്റ്സും കണ്ടെയ്ൻ ചെയ്യുന്ന ആ ഒരു പ്ലെയിനിൻ്റെ ഇക്വേഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഒരു പെർപെൻഡിക്കുലർ വെക്റ്ററും അതിനകത്തുള്ള ഒരു പോയിന്റും തന്നു കഴിഞ്ഞാൽ പ്ലെയിനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ അറിയായിരുന്നു. ഇവിടെ 3 പോയിന്റ്സ് മാത്രമേ തന്നിരിക്കുന്നുള്ളൂ. സോ നമുക്കിവിടെ പെർപെൻഡിക്കുലർ വെക്റ്റർ നമുക്ക് കണ്ടുപിടിക്കണം. സോ PQ എന്ന് പറയുന്നത് എന്താണ്? PQ എന്ന് പറയുന്നത് ആ പ്ലെയിനിനകത്തുള്ളൊരു വെക്റ്ററാണ്, പാരലൽ ആയിട്ടുള്ള വെക്റ്ററാണ്. സിമിലർലി PR എന്ന് പറയുന്നത് എന്താണ്? PR എന്ന് പറയുന്നതും അതിനകത്ത് പാരലൽ ആയിട്ടുള്ളൊരു വെക്റ്ററാണ്. സോ ഈ PQ PR എന്ന് പറയുന്നതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളൊരു വെക്റ്റർ ഓൾവേസ് എന്തായിരിക്കും? ആ ഒരു പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളൊരു വെക്റ്റർ ആയിരിക്കും. Here PQ equal to -251 and PR equal to -323. സോ നമുക്ക് പെർപെൻഡിക്കുലർ വെക്റ്റർ എന്ത് കിട്ടും? PQൻ്റെയും PRൻ്റെയും ക്രോസ് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെർപെൻഡിക്കുലർ വെക്റ്റർ കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു 13i + 3j + 11k എന്ന് കിട്ടും. സോ നമുക്കിപ്പോൾ ഒരു പോയിന്റ് ഉണ്ട്, P എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് ആൻഡ് നോർമൽ വെക്റ്റർ N ഉണ്ട്. സോ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? പ്ലെയിനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 13 എന്ന് പറയുന്നതാണ് A, B എന്ന് പറയുന്നത് 3 ആണ്, C എന്ന് പറയുന്നത് 11 ആണ്. സോ 13 × x - 3 + 3 × y + 1 + 11 × z - 1. സോ ദാറ്റ്സ് ഈക്വൽ ടു 0. ദെൻ ഇത് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ we get 13x + 3y + 11z = 47 എന്ന് കിട്ടും. ഇതാണ് ആൻസർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പാരലൽ ആൻഡ് ഓർത്തോഗണൽ പ്ലെയിൻസ്. അപ്പോൾ നമുക്ക് പ്ലെയിനിൻ്റെ ഇക്വേഷനെ പറ്റി നമ്മൾ പറഞ്ഞു. ഒരു പ്ലെയിൻ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു പോയിന്റ് ഉണ്ട്, അതിനൊരു പെർപെൻഡിക്കുലർ ഒരു നോർമൽ വെക്റ്റർ ഉണ്ട്. ഓക്കെ, സോ നമുക്ക് 2 പ്ലെയിൻസ്, നമ്മൾ 2 ലൈൻസ് കിട്ടിയാൽ അത് പെർപെൻഡിക്കുലർ ആണോ പാരലൽ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. സോ നമുക്ക് 2 പ്ലെയിൻ ഉണ്ടെങ്കിൽ അത് പാരലൽ ആകുന്നത് എപ്പം, പെർപെൻഡിക്കുലർ ആകുന്നത് എപ്പം എന്നതിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. സോ 2 പ്ലെയിൻ ഉണ്ട്, അതിന് അപ്പോൾ എന്തുണ്ടാവും? ഒരു പെർപെൻഡിക്കുലർ വെക്റ്റർ ഉണ്ടാവും. ഒന്നിൻ്റെത് എമ്മും മറ്റേതിൻ്റെത് എന്നും ആണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഈ എമ്മും എന്നും പാരലൽ ആണെങ്കിൽ, ഈ 2 വെക്റ്റേഴ്സും പാരലൽ ആണെങ്കിൽ ആ പ്ലെയിനും എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. ഈ 2 എമ്മും എന്നും പെർപെൻഡിക്കുലർ ആണെങ്കിൽ ആ പ്ലെയിൻ എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും എന്നാണ് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ആൻ ഇക്വേഷൻ ഓഫ് ദി പ്ലെയിൻ കണ്ടെയ്നിങ് പോയിന്റ് P ആൻഡ് പാരലൽ ടു ദി പ്ലെയിൻ ഡിഫൈൻഡ് ബൈ 2x - 3y + 4z = 6. സോ നമുക്ക് ഒരു പ്ലെയിനിൻ്റെ ഇക്വേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ആ പ്ലെയിനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ആ പ്ലെയിനിനകത്ത് ഒരു പോയിന്റ് തന്നിട്ടുണ്ട് ആൻഡ് അഗെയിൻ അതിന് പാരലൽ ആയിട്ടുള്ള മറ്റൊരു പ്ലെയിനും തന്നിട്ടുണ്ട്. സോ നമുക്ക് ഒരു പ്ലെയിനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക, അതിനകത്ത് ലൈ ചെയ്യുന്ന ഒരു പോയിന്റും അതിൻ്റെ നോർമൽ വെക്റ്ററുമാണ് നമുക്ക് വേണ്ടത്. സോ കണ്ടുപിടിക്കേണ്ട പ്ലെയിനും ഈ തന്നിരിക്കുന്ന പ്ലെയിനും പാരലൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കണ്ടുപിടിക്കേണ്ട പ്ലെയിനിൻ്റെ നോർമൽ വെക്റ്ററും
ഈ തന്നിരിക്കുന്ന പ്ലെയിനിൻ്റെ നോർമൽ വെക്ടറും പാരലലായിരിക്കും. സോ ഈ പ്ലെയിനിൻ്റെ നോർമൽ വെക്ടർ എന്ന് പറയുന്നത് 2 - 3 4 ആണ്. സോ ഈ n എന്ന് പറയുന്നത് എന്തായിരിക്കും? കണ്ടുപിടിക്കേണ്ട പ്ലെയിനിൻ്റെ നോർമൽ വെക്ടർ ആയിരിക്കും. ഇതും ആ ഒരു പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ നമുക്ക് n = 2 - 3 4 എന്ന് എടുക്കാം. സോ നമുക്ക് പോയിന്റും കിട്ടി, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളൊരു വെക്ടറും കിട്ടി. സോ സിമ്പിളായിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആ ഒരു പ്ലെയിനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. 2 × x - 2 - 3 × y + 1 + 4 × z - 3 = 0. ഇത് റെഡ്യൂസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? Next is angle between two planes. Find the angle between the two planes defined by 3x - y + 2z = 1 and 2x + 3y - z = 4. So from this we can find that normal vector, let n1 be the normal vector of first plane, then n1 = the vector 3 - 1 2 and n2 = 2 3 - 1. Then cos theta = n1 dot n2 divided by mod n1 into mod n2. That's equal to n1 is 3 - 1 2, n2 is 2 3 - 1. So find the dot product, then modulus. So this is equal to 3 × 2 plus -1 × 3 plus 2 × -1 divided by √14 into √14. That's equal to 1/14. So cos theta = 1/14. This implies that theta = cos inverse of 1/14, which is approximately equal to 80 degree. Then next section is the distance between a point and a plane. Let x1 y1 z1 be a point outside the plane ax plus by plus z plus d = 0. So പ്ലെയിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ax plus by plus z plus d = 0 ആണ്. x1 y1 z1 എന്ന് പറയുന്നത് പ്ലെയിനിന് പുറത്തുള്ളൊരു പോയിൻ്റാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പ്ലെയിനിന് അകത്തുള്ള പോയിൻ്റ് ആണെങ്കിൽ നമ്മൾ ഡിസ്റ്റൻസ് 0 എന്ന് എടുക്കുന്നു. പ്ലെയിനിന് പുറത്തുള്ള പോയിൻ്റായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. സോ x1 y1 z1 എന്ന് പറയുന്നത് പ്ലെയിനിന് പുറത്തുള്ള പോയിൻ്റ് ആണെങ്കിൽ ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ പോയിൻറ്റും ആ ഒരു പ്ലെയിനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്കതിനെ വേണമെങ്കിൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്നുണ്ട്. ഓക്കെ, ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് d = mod ax1 plus by1 plus z1 minus d divided by √a² plus b² plus c². സോറി, ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഈക്വൽ ടു d എന്നായിരുന്നു. ഈക്വൽ ടു d. ദെൻ നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് സർഫസസ് ഇൻ സ്പേസ് ആണ്. സോ നമുക്കിവിടെ കുറച്ച് സർഫസസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ഒരു സെക്ഷനിൽ നമ്മൾ ട്രേസ് എന്ന് പറയുന്ന ഒരു വേർഡ് പഠിക്കുന്നുണ്ട്. ദ ട്രേസ് ഓഫ് എ സർഫസ് എസ് ഇൻ എ പ്ലെയിൻ ഈസ് ദി ഇൻ്റർസെക്ഷൻ ഓഫ് ദി സർഫസ് ആൻഡ് ദി പ്ലെയിൻ. പ്ലെയിനിൻ്റെയും സർഫസിൻ്റെയും ഇൻ്റർസെക്ഷൻ ആണ് എന്തെന്ന് പറയുന്നത് ട്രേസ് ഓഫ് സർഫസ് ഇൻ പ്ലെയിൻ എന്ന് പറയുന്നത്. സോ നമുക്ക് എക്സ് വൈ പ്ലെയിനുണ്ട്, വൈ സെഡ് പ്ലെയിനുണ്ട് ആൻഡ് എക്സ് സെഡ് പ്ലെയിൻ ഒക്കെ ഉണ്ട്. സോ നമ്മൾ എക്സ് വൈ ട്രേസ്, വൈ സെഡ് ട്രേസ്, എക്സ് സെഡ് ട്രേസ് എന്നൊക്കെ പറയും. എക്സ് വൈ ട്രേസ് എന്ന് പറയുന്നത് ആ ഒരു സർഫസ് എക്സ് വൈ പ്ലെയിനിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. വൈ സെഡ് ട്രേസ് എന്ന് വെച്ചാൽ ആ ഒരു വൈ സെഡ് പ്ലെയിനിനെ ആ ഒരു സർഫസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. എക്സ് സെഡ് ട്രേസ് എന്ന് വെച്ചാൽ എക്സ് സെഡ് എന്ന് പറയുന്ന പ്ലെയിനിനെ ആ ഒരു സർഫസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു എക്സ് വൈ പ്ലെയിൻ ആണെങ്കിൽ എക്സ് വൈ പ്ലെയിനിലെ എക്സ് വൈ ട്രേസ് കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ ഒരു സർഫസിൽ സെഡ് = 0 കൊടുത്താൽ മതി. എക്സ് വൈ പ്ലെയിൻ എന്ന് പറയുമ്പോൾ എക്സ് വൈ കോർഡിനേറ്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. സെഡ് എന്ന് പറയുന്ന കോർഡിനേറ്റ് ആബ്സെൻ്റ് ആയിരിക്കും. സോ സെഡ് = 0 പുട്ട് ചെയ്യുക. ഇതേപോലെ തന്നെ
YZ ട്രേസ് കാണാനാണെങ്കിൽ x ഈക്വൽ ടു 0 കൊടുക്കുക. XZ ട്രേസ് കാണാനാണെങ്കിൽ y ഈക്വൽ ടു 0 കൊടുക്കുക. സിലിണ്ടർ എന്ന് പറയുന്നത് ഒരു സർഫസിനൊരു എക്സാമ്പിളാണ്. ആ സിലിണ്ടർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ലെറ്റ് C be a curve in a plane and let L be a line that is not parallel to that plane. Then the set of all points generated by letting a line traverses C while parallel to L at all time is called a cylinder. The curve C is called the directrix of the cylinder and each line through C parallel to L is called a ruling of the cylinder. അപ്പോൾ ഈ ടൈപ്പാണ് കർവ് എന്ന് പറയുന്നത്. ഇതാണ് ഇവിടെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. സോ ഈ ടൈപ്പാണ് ആ സിലിണ്ടർ എന്ന് പറയുന്നത്. Then next example says that sketch the graph of y equal to x square minus 4. So നമുക്ക് y equal to x square minus 4 എന്ന സർഫസിൽ വരയ്ക്കണമെങ്കിൽ ആദ്യം ആ ഗ്രാഫ് എന്താണെന്ന് അറിയണം. y equal to x square minus 4നെ നമുക്ക് എല്ലാറ്റിനെയും ഒരേ സൈഡിലേക്ക് എടുത്ത് നമുക്ക് f of x y equal to x square minus y minus 4 എന്ന് ഡിനോട്ട് ചെയ്യാൻ പറ്റും. Then so this is a graph of cylinder with directrix given by the graph y equal to x square minus 4. So y equal to x square minus 4 എന്ന് പറയുന്നത് എക്സ് വൈ പ്ലെയിനിൽ എന്താണെന്ന് നോക്കണം. y equal to x square എന്ന് പറയുന്നത് എന്താണ്? പരാബോളയാണ്. പരാബോള സിമെട്രിക് അബൌട്ട് y ആക്സിസ്. സോ y equal to x square എന്ന് പറയുന്നത് ഈ ടൈപ്പുള്ളൊരു ഗ്രാഫാണ്. സോ y equal to x square minus 4 എന്ന് പറയുന്നത് കുറച്ച് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളൊരു ഗ്രാഫാണ് y equal to x square minus 4 എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത് ഇതാണ്. അതിൻ്റെ ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യണം? ഇത് ആ ഒരു റൊട്ടേറ്റ് ചെയ്യുന്നതായിരിക്കും. എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം y ആക്സിസ് സിമെട്രിക് അബൌട്ട് y ആക്സിസ് ആണ്. ഈ ഒരു പിക്ചറിനകത്ത് y വന്നിരിക്കുന്നത് ഇവിടെയാണ്. സോ നിങ്ങൾ ഡൗട്ട് അടിക്കരുത്, ഇതിങ്ങനെ മുകളിലോട്ടായിരുന്നല്ലോ, പിന്നെ എന്താണ് പിക്ചറിൽ വന്നപ്പോൾ മുകളിലോട്ട് വരാഞ്ഞെന്ന്. ആക്ച്വലി ഇത് y ആക്സിസ് ഇവിടത്തേക്കാണ്. സോ അതിന് സിമെട്രിക് ആയിട്ടാണ് കിടക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനെയായിരിക്കും ആ ഒരു y equal to x square minus 4 എന്ന് പറയുന്ന സർഫസിൻ്റെ പിക്ചർ എന്ന് പറയുന്നത്. അതിന് പരാബോളിക് സിലിണ്ടർ എന്നാണ് പറയുന്നത്. ഇത് പരാബോളയാണ്. സോ അതിനെ പരാബോളിക് സിലിണ്ടർ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്വാഡ്രിക് സർഫസസ് ആണ്. ക്വാഡ്രിക് എന്ന് വെച്ചാൽ എന്താണ്? ക്വാഡ്രാറ്റിക് പോളിനോമിയൽസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ സ്ക്വയർ ഡിഗ്രിയില്ല 2 ഡിഗ്രിയുള്ള പോളിനോമിയൽസിനൊക്കെയാണല്ലോ. സോ ക്വാഡ്രിക് സർഫസസ് എന്ന് പറയുമ്പോൾ നമുക്ക് 2 ഡിഗ്രി വരുന്ന, ഇവിടെ എക്സ് സ്ക്വയർ ആണ്, എക്സ് റേസ് ടു എക്സ് എന്ന് എഴുതി പോയതാണ്. ഓക്കെ, സോ ax square plus by square plus cz square plus dxy plus exz plus fyz plus gx plus hy plus iz plus j equal to 0 where a b c etc j are constants. ഈ ഫോമാറ്റിൽ വരുന്ന ഈ ഇക്വേഷൻ വരുന്ന സർഫസിനെയാണ് നമ്മൾ ക്വാഡ്രിക് സർഫസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ അതിന് കുറച്ച് എക്സാമ്പിളാണ്. എലിപ്സോയിഡ് എന്ന് പറയുന്നത് ഒരു ക്വാഡ്രിക് സർഫസ് ആണ്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്: എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ബൈ സി സ്ക്വയർ ഈക്വൽ ടു 1. ഓക്കെ, നമുക്ക് എലിപ്സ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ആ ഫോമാറ്റിലാണ് നമ്മൾ ഇക്വേഷൻസ് പഠിച്ചത്. സോ എലിപ്സോയിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ സർഫസസിലേക്ക് വരുമ്പോൾ 3 ഡയമെൻഷനിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് പറയുന്നു? അതിന് ഒരു സെഡ് കൂടി വരുന്നുണ്ട്. നമുക്കിനി അതിൻ്റെ ട്രേസ് നോക്കാം. സോ എക്സ് വൈ ട്രേസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എക്സ് വൈ ട്രേസ് എന്ന് പറയുമ്പോൾ ആ ഒരു സെഡ് ഈക്വൽ ടു 0 കൊടുക്കണം. സോ നമുക്ക് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് കിട്ടും. അതെന്താണ്? എക്സ് വൈ പ്ലെയിനിലെ എലിപ്സിൻ്റെ ഇക്വേഷനാണത്. സോ അത് ഇതായിരിക്കും, ആ ഒരു എലിപ്സ് ഇൻ എക്സ് വൈ പ്ലെയിൻ ആയിരിക്കും ഇതിൻ്റെ ട്രേസ്, എക്സ് വൈ ട്രേസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൈസെഡ് ട്രേസ് എന്ന് പറയുമ്പോൾ എന്താണ്? എക്സ് ഈക്വൽ ടു 0 കൊടുക്കണം. വൈസെഡ് ട്രേസ് എന്ന് പറയുമ്പോൾ എക്സ് ഈക്വൽ ടു 0 കൊടുക്കണം. സോ നമുക്ക് എലിപ്സിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്.
സോ അതെന്താണ് YZ പ്ലെയിനകത്തുള്ളൊരു എലിപ്സ് ആണ്. ദെൻ നെക്സ്റ്റ് എക്സെറ്റ് ട്രേസ് എന്ന് പറയുമ്പോൾ y ഈക്വൽ ടു 0 കൊടുക്കണം. സോ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതായിരിക്കും. സോ എക്സെറ്റ് ട്രേസ് എന്ന് പറയുമ്പോൾ എക്സെറ്റ് പ്ലെയിനകത്തുള്ളൊരു എന്താണ് എലിപ്സ് ആണ്. ദെൻ അഗെയിൻ ഇതെല്ലാം കൂടിയിട്ടാണ് എന്താണ്, ഇതെല്ലാം റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എലിപ്സോയിഡ് കിട്ടുന്നത്. സോ x² + a² + b² + z² + c² = 1 എന്ന് പറയുന്ന എലിപ്സോയിഡ് എന്ന് പറയുന്നത് എന്താണ്, അത് ഈ പിക്ചറാണ്. അത് കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, ഈ ഒരു പ്ലെയിനിൽ ആ ഒരു എലിപ്സ് കിടക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു എലിപ്സ് കിടക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു എലിപ്സ് കിടക്കുന്നുണ്ട്, ആൻഡ് അഗെയിൻ ഇങ്ങനെ ഒരു എലിപ്സ് കിടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ പ്ലെയിനിനകത്തുള്ള എലിപ്സുകൾ എന്ത് ചെയ്യാണ്, ആ ഒരു ആക്സിസിൽ വെച്ച് റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, എലിപ്സോയിഡ് കിട്ടുന്നത്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹൈപ്പർബോളോയിഡ് ഓഫ് വൺ ഷീറ്റ്. സോ നിങ്ങളിവിടെ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇക്വേഷൻ ആണ്. നമുക്കിവിടെ എല്ലാം പ്ലസ് ആണ് വന്നിരിക്കുന്നത്. x² / a² + y² / b² + z² / c² = 1 എന്നാണ് വന്നിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഹൈപ്പർബോളോയിഡ് ഓഫ് വൺ ഷീറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇക്വേഷൻ എന്താണ് തന്നിരിക്കുന്നത്, x² / a² + y² / b² - z² / c² = 1 എന്നാണ്. സോ നമുക്ക് അവിടെ ഒരു മൈനസ് കിടക്കുന്നുണ്ട്. നമ്മൾ ഹൈപ്പർബോളോയിഡ് എന്ന് പറയുമ്പോൾ, ഹൈപ്പർബോള എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്കൊരു ആ ഒരു ഇക്വേഷനിൽ XY പ്ലെയിനിൽ മൈനസ് വന്നിട്ടുണ്ടായിരുന്നു. സോ ഹൈപ്പർബോളോയിഡ് എന്ന് പറയുമ്പോൾ, ഹൈപ്പർബോളോയിഡ് ഓഫ് വൺ ഷീറ്റ് എന്ന് പറയുമ്പോൾ ഒരു മൈനസ് അതിനകത്ത് വരുന്നുണ്ടെന്ന് ഓർമ്മിച്ച് വെക്കണം. ഹൈപ്പർബോളോയിഡ് ഓഫ് വൺ ഷീറ്റിൻ്റെ XY ട്രേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, XY ട്രേസ് എന്ന് പറയുമ്പോൾ നമ്മൾ z = 0 കൊടുക്കണം. സോ ഇത് 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് x² / a² + y² / b² = 1 എന്നാണ് വരും. എന്ന് വെച്ചാൽ XY പ്ലെയിനിൽ കിടക്കുന്നത് എന്താണ്, ഇത് എലിപ്സിൻ്റെ ഇക്വേഷനാണ്. സോ XY പ്ലെയിനിൽ അത് എലിപ്സ് ആണ്. ദെൻ ഇൻ YZ പ്ലെയിനിൽ എന്താണ് വരുന്നത്, x = 0 കൊടുക്കണം. സോ y² / b² - z² / c² = 1 എന്ന് വരും. സോ YZ പ്ലെയിനിൽ അതെന്താണ്, അത് ഹൈപ്പർബോളയാണ്. ദെൻ ഇൻ XZ പ്ലെയിനിലാണെങ്കിൽ y = 0 കൊടുക്കണം. ദെൻ അഗെയിൻ എന്താണ് ഇക്വേഷൻ, ഏത് ഫോർമാറ്റിലാണ് വരുന്നത്, x² / a² - z² / c² = 1 എന്ന് വെച്ചാൽ അഗെയിൻ അതൊരു ഹൈപ്പർബോളയാണ് വരുന്നത്. സോ ഒരു XY പ്ലെയിനിൽ അത് എലിപ്സും XZ പ്ലെയിനിൽ അതിൻ്റെ ട്രേസ് എന്ന് പറയുന്നത് എന്താണ്, ഹൈപ്പർബോളയാണ് കിടക്കുന്നത്. സോ അതിൻ്റെ പിക്ചർ എന്ന് പറയുന്നത് കൊടുത്തിരിക്കുന്നത് ഇതാണ്. അതിൻ്റെ ട്രേസ് എന്ന് പറയുന്നത് ഇവിടെ കണ്ടോ, ഇത് XY പ്ലെയിനാണ്, അത് എന്തായിട്ടാണ് കിടക്കുന്നത്, എലിപ്സ് ആയിട്ടാണ് കിടക്കുന്നത്. YZ-ലും XZ-ലും അത് ഹൈപ്പർബോള ആയിട്ടാണ് കിടക്കുന്നത്. സോ ഇങ്ങനെയാണ് ആ ഹൈപ്പർബോളോയിഡ് എന്ന് പറയുന്നത്. ഓഫ് വൺ ഷീറ്റ് ആണ്. ദെൻ ഹൈപ്പർബോളോയിഡ് ഓഫ് ടു ഷീറ്റ്സ് ആണ് പറയുന്നത്. ഹൈപ്പർബോളോയിഡ് ഓഫ് ടു ഷീറ്റ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇക്വേഷനിൽ തന്നെ ഡിഫറൻസ് എന്താ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹൈപ്പർബോളോയിഡ് ഓഫ് ടു ഷീറ്റ്സ് എന്ന് പറയുമ്പോൾ 2 മൈനസ് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ മൈനസ് വരുന്നതും ആക്സസ് വരുന്നതും ഒക്കെ ആയിട്ട് എന്താണ്, ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, സോ ഹിയർ -x² / a² - y² / b² + z² / c² = 1. ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറയാൻ കാരണം എന്താണ്, നേരത്തെ നമ്മൾ സെഡിൻ്റെ അടുത്തായിരുന്നു മൈനസ് ഉണ്ടായിരുന്നത്, -z² / c² എന്നാണ് വന്നിരുന്നത്. സോ അബൌട്ട് z ആക്സിസ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, ദെൻ ഹിയർ 2 മൈനസ് വന്നിരിക്കുന്നത് എക്സിനും വൈക്കുമാണ് മൈനസ് വന്നിരിക്കുന്നത്. സോ ഹൈപ്പർബോളോയിഡ് ഓഫ് ടു ഷീറ്റ്സ് എന്ന് പറയുമ്പോൾ 2 മൈനസ് വരുന്നുണ്ടെന്ന് ഓർമ്മിക്കുക. 2 മൈനസും ഒരു പ്ലസും = 1 ഈ ഒരു ഫോമാറ്റിൽ വന്നാൽ ഹൈപ്പർബോളോയിഡ് ഓഫ് ടു ഷീറ്റ്സ് ആണ്. സോ നമ്മളിവിടെ XY ട്രേസ് നോക്കുകയാണെങ്കിൽ എന്താണ്, XY ട്രേസ് നോക്കുകയാണെങ്കിൽ z = 0 കൊടുക്കണം. z = 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, -x² / a² - y² / b² = 1 എന്നാണ് വരുന്നത്. എന്ന് വെച്ചാൽ x² / a² + y² / b² = -1 എന്ന് വരും. അതൊരു പോസിബിൾ ആയിട്ടുള്ള ഇക്വേഷനാണ്. കാരണം x² എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് നമ്പറാണ്, a² എന്ന് പറയുന്നത് പോസിറ്റീവാണ്, y² പോസിറ്റീവാണ്, b² പോസിറ്റീവാണ്. സോ ഇത് രണ്ടും സം ചെയ്യുമ്പോൾ എന്തായിരിക്കണം, പോസിറ്റീവ് തന്നെ വരണം. അപ്പം x² / a² + y² / b² = -1 എന്ന് പറയുന്നത് എന്തല്ല, പോസിബിൾ ആയിട്ടുള്ളൊരു ഇക്വേഷൻ അല്ല. സോ നമുക്കിവിടെ XY ട്രേസ് ഇല്ല എന്ന് മനസ്സിലാക്കാം. ദെൻ നമുക്ക് YZ ട്രേസ് ആണെങ്കിൽ എന്താണ്, YZ ട്രേസ് ആണ്, x = 0 കൊടുത്താൽ മതി. സോ നമുക്ക് z² / c² - y² / b² = 1 എന്ന് വരും. എന്ന് വെച്ചാൽ y ആക്സിസിന് സിമെട്രിക് ആയിട്ടുള്ള, ആക്സിസ് y ആയിട്ടുള്ളൊരു ഹൈപ്പർബോള ആയിരിക്കും അത്. ഓക്കെ, ദെൻ XZ എന്ന് പറയുമ്പോൾ XZ ട്രേസ് എന്ന് പറയുമ്പോൾ y = 0 കൊടുക്കുക. ദെൻ z² / c² - x² / a² = 1 എന്ന് വരും.
എക്സ് ആക്സിസ് ആക്കിയിട്ട് വെച്ചിട്ടുള്ളൊരു ഹൈപ്പർബോള ആയിരിക്കും അതെന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് കിട്ടും? ഇതാണ് നമുക്ക് കിട്ടുന്നത്, ഹൈപ്പർബോളോയിഡ് ഓഫ് 2 ഷീറ്റ്സ്. അപ്പം 2 ഷീറ്റ്സ് എന്ന് പറയുന്നത് എന്താന്ന് ഈ ഒരു പിക്ചറിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ. ഇത് 2 ഷീറ്റിലാണ് കിടക്കുന്നത്, 2 പ്ലെയിനിലല്ലേ കിടക്കുന്നത്. ഓക്കെ, മറ്റേത് ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നത്, ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് ഈ ഫിഗർ കിടക്കുന്നത്. എക്സ് ട്രേസും വൈ ട്രേസും ഇങ്ങനെയാണുള്ളത്, രണ്ടും ഹൈപ്പർബോളയാണ്. ഓക്കെ, സോ നമുക്ക് ഹൈപ്പർബോളോയിഡ് ഓഫ് 2 ഷീറ്റ്സ് ഇങ്ങനെയാണ് കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗ്രാഫ് ഓഫ് ദി ഇക്വേഷൻ, കോണാണ് നെക്സ്റ്റ് പറയുന്നത്. സോ കോണിൻ്റെ ഇക്വേഷൻ, സോ നമുക്കിത് ആദ്യം കാണുമ്പോൾ നമ്മൾ ഇത് എന്താണ് ഹൈപ്പർബോളോയിഡ് ആണോ എന്നൊരു ഡൗട്ട് വരും, 1 ഷീറ്റ്. പക്ഷെ ഇവിടെ എന്താണ് പ്രത്യേകത ഉള്ളത്? ഹൈപ്പർബോളോയിഡിന് ഈക്വൽ ടു 1 ആയിരുന്നു ഉണ്ടായിരുന്നത്, പക്ഷെ ഇവിടെ എന്താണുള്ളത്? ഈക്വൽ ടു 0 ആണ് ഉണ്ടായിരുന്നത്. സോ എക്സ് സ്ക്വയർ ബൈ എസ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ മൈനസ് സെഡ് സ്ക്വയർ ബൈ സി സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് പറയുന്നത് കോണിൻ്റെ ഇക്വേഷനാണ്. ഇവിടെ നമുക്ക് എക്സ് വൈ ട്രേസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എക്സ് വൈ ട്രേസ് ആണെങ്കിൽ സെഡ് ഈക്വൽ ടു 0 കൊടുക്കുക. സെഡ് ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 0 എന്നാണ് വരുന്നത്. ഓക്കെ, ഈ ടേമല്ല, സോറി, ഈ ഒരു ടേമില്ല. ഓക്കെ, എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് വരും. സോ നമുക്ക് ഇതിനെ ഒന്നുകൂടി ഒന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് വൈ സ്ക്വയർ ഈക്വൽ ടു എന്ത് കിട്ടും? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് അങ്ങനെയല്ലേ വരുന്നത്. സോ വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ എന്ന് വരും. സോ നമുക്ക് വൈ സ്ക്വയർ ഈക്വൽ ടു മൈനസ് ബി സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ എന്ന് വരും. സോ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് വൈ സ്ക്വയർ ഈക്വൽ ടു ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു എക്സ് സ്ക്വയർ. സോ നമുക്ക് വൈ ഈക്വൽ ടു ഒരു പ്ലസ് ഓർ മൈനസ് എക്സ്, ആ ഒരു ഫോർമാറ്റിലേക്ക് നമുക്കിതിനെ മാറ്റാൻ കഴിയും. ദെർഫോർ നമുക്ക് എന്താണ് എക്സ് വൈ പ്ലെയിനകത്തുള്ള വൈ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എക്സ് എന്ന് പറയുന്ന 2 ലൈൻസ് ക്രോസ് ചെയ്യുന്നതായിരിക്കും ഉണ്ടാവുക. ദെൻ അഗെയിൻ നമ്മൾ എക്സ് വൈ പ്ലെയിൻ കഴിഞ്ഞു, എക്സ് സെഡ് പ്ലെയിൻ ആണെങ്കിലോ വൈ ഈക്വൽ ടു 0 ആണ് കൊടുക്കേണ്ടത്. ഇതിൻ്റെ ട്രേസിൻ്റെ ഫിഗർ എന്ന് പറയുന്നത് എങ്ങനെയാണ് വരിക? നമുക്കിവിടെ ഒരു ഫോൾട്ട് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ എടുത്തപ്പോഴേ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 0 ആണല്ലോ. സോ വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ ആണ്. ദാറ്റ് ഇംപ്ലൈസ് ദാറ്റ് വൈ സ്ക്വയർ ഈക്വൽ ടു മൈനസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ ആണ്. സോ മൈനസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ബി സ്ക്വയർ പോസിറ്റീവ് ആണ്, എ സ്ക്വയർ പോസിറ്റീവ് ആണ്, എക്സ് സ്ക്വയർ പോസിറ്റീവ് ആണ്. സോ മൈനസ് ബി സ്ക്വയർ ബൈ എ സ്ക്വയർ എന്ന് പറയുന്നത് നെഗറ്റീവ് നമ്പറാണ്. സോ വൈ സ്ക്വയർ ഈക്വൽ ടു ഒരു നെഗറ്റീവ് നമ്പർ എന്ന് പറയുമ്പോൾ പോസിബിൾ അല്ല. സോ നമുക്ക് എക്സ് വൈ ട്രേസ് കണ്ടുപിടിക്കാൻ പോസിബിൾ അല്ല. സോ നമ്മൾ എന്താ ചെയ്യുന്നത്? എക്സ് വൈ ട്രെയിൻ മുന്നേ പറഞ്ഞ പോലെ എക്സ് വൈ ട്രെയിൻ പോസിബിൾ അല്ല. ദെൻ നമ്മൾ എക്സ് ട്രേസ് കണ്ടുപിടിക്കുന്നു. സോ നമുക്ക് എക്സ് ട്രേസ് എന്ന് പറയുമ്പോൾ വൈ ഈക്വൽ ടു 0 ആണ്. വൈ ഈക്വൽ ടു 0 വന്നു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് സെഡ് സ്ക്വയർ ബൈ സി സ്ക്വയർ എന്ന് കിട്ടും. സോ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ ഈക്വൽ ടു 0 വരും. സോ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ ഈക്വൽ ടു സെഡ് സ്ക്വയർ ബൈ സി സ്ക്വയർ എന്ന് വരും. This implies that z square is equal to c square by a square into x square. Therefore z equal to plus or minus എന്താണ് c by a into x എന്ന് വരും. സോ അതെന്താണ്? ലൈനാണ്. പ്ലസ് ഓർ മൈനസ് ഉണ്ട്, പ്ലസ് ഓർ മൈനസ് 2 ലൈൻസ് ആയിരിക്കും അതെന്ന് പറയുന്നത്. ദെൻ സിമിലർലി നമ്മൾ വൈ സെഡ് പ്ലെയിൻ ആണ് കാണുന്നതെങ്കിലോ നമ്മൾ എക്സ് ഈക്വൽ ടു 0 കൊടുക്കുന്നു. സോ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ മൈനസ് സെഡ് സ്ക്വയർ ബൈ സി സ്ക്വയർ ഈക്വൽ ടു 0. സിമിലർലി വി ഗെറ്റ് ദാറ്റ് സെഡ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് സി ബൈ ബി ഇൻറ്റു വൈ ആയിരിക്കും. സോ നമുക്ക് അതും എന്താണ്? 2 ലൈൻസ് ആണ് വരുന്നത്. സോ ആ ഒരു കോണിൻ്റെ എക്സ് ട്രേസ് എന്ന് പറയുന്നത് ഇതാണ്. കണ്ടില്ലേ, 2 ലൈൻസ് ക്രോസ് ചെയ്യുന്നുണ്ടല്ലേ. വൈ സെഡ് ട്രേസ് എന്ന് പറയുന്നത് ഇതാണ്. ദെൻ അത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? കോൺ കിട്ടുന്നു. ഇതാണ് കോൺ എന്ന് പറയുന്നത്.
ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് പരാബോളോയിഡ് ആണ്. പരാബോളോയിഡ് എന്ന് പറയുമ്പോൾ ഹൈപ്പർബോളോയിഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് ഹൈപ്പർബോളയായിരുന്നു വന്നിരുന്നത്. പരാബോളോയിഡ് എന്ന് പറയുമ്പോൾ സോ നമുക്ക് അതിനകത്ത് എന്ത് വരണം, പരാബോള വരണം. സോ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്, എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു സി സെഡ് എന്നാണ് വരുന്നത്. നെക്സ്റ്റ് ഹൈപ്പർബോളിക് പരാബോളോയിഡ് ആണ്. സോ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു സി സെഡ് ആണ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് എല്ലാത്തിനകത്തും നിങ്ങൾ മസ്റ്റായിട്ടും എന്ത് മനസ്സിലാക്കണം, ഇക്വേഷൻസ് ഏതൊക്കെ സർഫസസ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സെക്ഷനകത്ത്. പിന്നെ ആ ഒരു ഇക്വേഷൻ നമുക്കറിയാമെങ്കിൽ എക്സ് വൈ ട്രേസും വൈ സെഡ് ട്രേസും എക്സ് സെഡ് ട്രേസും കണ്ടുപിടിക്കാൻ ഈസിയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സിലിണ്ട്രിക്കൽ ആൻഡ് സ്പെറിക്കൽ കോർഡിനേറ്റ്സ് ആണ്. ഈ സിലിണ്ട്രിക്കൽ ആൻഡ് സ്പെറിക്കൽ കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മുന്നേ റെക്റ്റാങ്കുലർ കോർഡിനേറ്റ്സിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ സിമിലർലി ആ ഒരു സിലിണ്ട്രിക്കൽ കോർഡിനേറ്റും സ്പെറിക്കൽ കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ സ്പേസിലേക്ക് വരുമ്പോഴുള്ള കോർഡിനേറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോർഡിനേറ്റ്സ് ആണ്. സോ അതിനകത്ത് നമുക്ക് എക്സും ഈ ഓരോന്നിനകത്തുള്ള ടേംസും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻസ് ആണ് പഠിക്കാനുള്ളത്. നമ്മൾ എക്സ് വൈ കോർഡിനേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ കോർഡിനേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് നമുക്ക് ഒരു പോയിന്റിനെ നമ്മളെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തത്, എക്സ് വൈ എന്ന് പറയുന്ന കോർഡിനേറ്റ് വെച്ചാണ് റെപ്രസെൻറ്റ് ചെയ്തത്. പോളാർ കോർഡിനേറ്റിംഗ് സിസ്റ്റത്തിനകത്താണെങ്കിൽ ആർ തീറ്റ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്തത്. ഈ സിലിണ്ട്രിക്കൽ കോർഡിനേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് നമ്മൾ ഒരു പോയിന്റിനെ പി എന്ന് പറയുന്ന ഒരു പോയിന്റിനെ ആർ തീറ്റ സെഡ് എന്ന് വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആറും തീറ്റ എന്ന് പറയുന്നത് വേർ ആർ ആൻഡ് തീറ്റ ആർ ദി പോളാർ കോർഡിനേറ്റ്സ് ഓഫ് ദി പ്രൊജക്ഷൻസ് ഓഫ് പി ഓൺ ടു the xy plane and z is the directed distance from r theta 0 to p ആണ്. സോ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ കൺവേർഷൻസ് ആണ്. കൺവേർട്ടിംഗ് സിലിണ്ട്രിക്കൽ ടു റെക്റ്റാങ്കുലർ കോർഡിനേറ്റ്സ് ആണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. സോ എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ, സെഡ് ഈക്വൽ ടു സെഡ്. ഇതാണ് ആ കൺവേർഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കൺവേർട്ടിംഗ് റെക്റ്റാങ്കുലർ ടു സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ്സ്. സോ ആർ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അത് നമ്മൾ പോളാർ കോർഡിനേറ്റിംഗ് സിസ്റ്റത്തിനകത്തും ഇത് തന്നെയായിരുന്നു പറഞ്ഞത്. ടാൻ തീറ്റ ഈക്വൽ ടു വൈ ബൈ എക്സ് അത് തന്നെയാണ് പറഞ്ഞത്. സെഡ് ഈക്വൽ ടു സെഡ്. സോ ഇതാണ് കൺവേർഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ദ പോയിന്റ് 3π/4 ഈസ് എക്സ്പ്രസ്ഡ് ഇൻ സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ്, ഫൈൻഡ് ഇറ്റ്സ് റെക്റ്റാങ്കുലർ കോർഡിനേറ്റ്സ്. സോ ഇത് സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് ആണ്. സോ ആർ ഈക്വൽ ടു 3 ആണ്, തീറ്റ ഈക്വൽ ടു π/4 ആണ്, സെഡ് ഈക്വൽ ടു 3 ആണ്. സോ ഇത് യൂസ് ചെയ്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, റെക്റ്റാങ്കുലർ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. സോ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ അനുസരിച്ച് എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു 3 cos π/4 ആണ്. സോ 3√2/2 വരും, അല്ലെങ്കിൽ 3/√2 വരും. ദെൻ വൈ ഈക്വൽ ടു എന്താണ്, ഇവിടെ വൈ ആണ്. വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ ആണ്. ആർ സൈൻ തീറ്റ പറയുമ്പോൾ 3 sin π/4 ദാറ്റ്സ് ഈക്വൽ ടു 3/√2 എന്ന് വരും. സോ എക്സും വൈ എന്ന് പറയുന്നത് 3/√2 വരും. സെഡ് നമുക്ക് എന്താണ്, ഓൾറെഡി ഇവിടെ 3 തന്നിട്ടുണ്ട്. സോ സെഡ് ഈക്വൽ ടു 3 ആണ്. സോ 3/√2 3 എന്ന് പറയുന്നതാണ് റെക്റ്റാങ്കുലർ കറസ്പോണ്ടിങ് റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് ഓഫ് ദാറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് സ്പെറിക്കൽ കോർഡിനേറ്റിംഗ് സിസ്റ്റം. സോ സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്ത് നമ്മൾ റോ തീറ്റ ഫൈ എന്നാണ് ഒരു പോയിന്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. സോ കൺവേർഷൻസ് എന്ന് പറയുന്നത് കൺവേർട്ടിംഗ് സ്പെറിക്കൽ ടു റെക്റ്റാങ്കുലർ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു റോ സൈൻ ഫൈ കോസ് തീറ്റ, വൈ ഈക്വൽ ടു റോ സൈൻ ഫൈ സൈൻ തീറ്റ, സെഡ് ഈക്വൽ ടു റോ കോസ് ഫൈ. സോ നമുക്ക് എക്സിനകത്തും വൈക്കകത്തും എന്താണുള്ളത്, റോ സൈൻ ഫൈ ആണുള്ളത്. അതിനകത്ത് രണ്ടിനകത്തും ഫൈൻ്റെ ഇതെന്ന് വരുന്നത് സൈൻ ഫൈ തന്നെയാണുള്ളത്. ദെൻ സെഡിനകത്താണെങ്കിൽ റോ കോസ് ഫൈ ആണ്. സോ നിങ്ങൾ ഇത് ഓർത്ത് വെക്കണം ഇക്വേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കൺവേർട്ടിംഗ് റെക്റ്റാങ്കുലർ ടു സ്പെറിക്കൽ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് റോ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ, ടാൻ തീറ്റ ഈക്വൽ ടു വൈ ബൈ എക്സ്, കോസ് ഫൈ ഈക്വൽ ടു സെഡ് ബൈ റോ എന്നുള്ളതാണ്. സോ എക്സാമ്പിൾ തന്നിരിക്കുന്നത് ഫൈൻഡ് ആൻ ഇക്വേഷൻ ഇൻ സ്പെറിക്കൽ കോർഡിനേറ്റ്സ് ഫോർ ദി പരാബോളോയിഡ് വിത്ത് റെക്റ്റാങ്കുലർ ഇക്വേഷൻ ഫോർ സെഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. സോ നമുക്ക് റെക്റ്റാങ്കുലർ ഇക്വേഷൻ തന്നിട്ടുണ്ട്, ഫോർ സെഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത്. നമുക്ക് എന്താണ്, സ്പെറിക്കലിനകത്തുള്ള കോർഡിനേറ്റ്സ് വെച്ചിട്ടുള്ള ഇക്വേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ഫോർ സെഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഉണ്ടല്ലോ. സോ എക്സിനും വൈക്കും സെഡിനും നമുക്ക് ഈ ഇക്വേഷൻ കൊടുക്കാം. സോ നമുക്ക് എന്ത് കിട്ടും, 4 റോ കോസ് ഫൈ
ഈക്വൽ ടു റോ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് റോ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ സൈൻ സ്ക്വയർ തീറ്റ. സോ ഇവിടെ നമുക്ക് റോ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. ദെൻ റോ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 ആണ്. ദെർഫോർ ദിസ് ഈസ് ഈക്വൽ ടു റോ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ എന്ന് വരും. സോ ഇവിടെ ഒരു റോ ഉണ്ട്, ഇവിടെ ഒരു റോ ഉണ്ട്. സോ നമുക്കത് ക്യാൻസൽ ചെയ്യാം. സോ 4 കോസ് ഫൈ ഈക്വൽ ടു റോ സൈൻ സ്ക്വയർ ഫൈ എന്ന് വരും. സോ റോ സൈൻ സ്ക്വയർ ഫൈ ഈക്വൽ ടു 4 കോസ് ഫൈ എന്ന് പറയുന്നതാണ് ആ ഒരു സ്പെറിക്കൽ കോർഡിനേറ്റ്സിനകത്തുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻസ് ആൻഡ് സ്പേസ് കർവ്സ് ആണ്. ഇതിനകത്ത് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻസിനെ കുറിച്ച് പറയുമ്പം വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ മുന്നേ പഠിച്ചിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ IJK വെച്ച് സ്പേസിനകത്തേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത് മാത്രമാണ്. സോ അപ്പോൾ എങ്ങനെ ഡിഫറൻസിയേഷൻ നടക്കുന്നു, ഇൻറ്റഗ്രേഷൻ നടക്കുന്നു, പിന്നെ അങ്ങനെ കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ്, ആ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളതാണ്. പിന്നീട് നമ്മൾ ആർക്ക് ലെങ്ത് ഒക്കെ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ കുറച്ച് ഇക്വേഷൻസ് പഠിക്കണം എന്നേ ഉള്ളൂ. ഓക്കെ, സോ വെക്റ്റർ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ഓർ എ വെക്റ്റർ ഫംഗ്ഷൻ, വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറയാം അല്ലെങ്കിൽ വെക്റ്റർ ഫംഗ്ഷൻ എന്ന് പറയാം, ഈസ് എ ഫംഗ്ഷൻ ആർ ഡിഫൈൻഡ് ബൈ ആർ ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് ടി ഐ പ്ലസ് ജി ഓഫ് ടി ജെ പ്ലസ് എച്ച് ഓഫ് ടി കെ എന്നുള്ളതാണ്. where the components function f, g and h of r are real valued functions of the parameter t lying in a parameter interval I. സോ നമുക്ക് ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്, ഈ ഐയും ജെയും കെയും എന്ന് പറയുന്നത് കോർഡിനേറ്റ്സിനാണ്, എക്സ് കോർഡിനേറ്റിനെ വൈ കോർഡിനേറ്റിനെ സെഡ് കോർഡിനേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. സോ എഫും ജിയും എച്ച് എന്ന് പറയുന്നത് എന്താണ്, അത് റിയൽ വാല്യൂഡ് ഫങ്ഷൻസ് ആണ്. സോ ഇതിൻ്റെ സമ്മിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് തന്നിരിക്കുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷന്റെ ഡൊമൈൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഫംഗ്ഷൻ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ IJK സമ്മിലും എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോർഡിനേറ്റ്സ് ആക്കിയിട്ടും എഴുതാം ആ വെക്റ്ററിന്. ഓക്കെ, സോ ആർ ഓഫ് ടി ഈക്വൽ ടു 1/t റൂട്ട് ടി മൈനസ് 1 ln t ലോഗ് ടി. ഓക്കെ, ഹിയർ നമ്മൾ എന്താ നോക്കേണ്ടത്, ഈ ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് ഡിഫൈൻ ചെയ്യുന്നത്, ഓരോ കോർഡിനേറ്റ്സും ഡിഫൈൻ ചെയ്യുന്നതിന് മാത്രമാണ് ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, 1/t എന്ന് പറയുമ്പോൾ എന്താണ്, ടി നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. റൂട്ട് ടി മൈനസ് 1 എന്ന് പറയുമ്പോൾ എന്താണ്, ടി മൈനസ് 1 ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. ln t എന്ന് പറയുമ്പോൾ എന്താണ്, ടി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. സോ നമുക്ക് ടി നോട്ട് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ടി മൈനസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ എന്താണ്, ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. സോ നമുക്ക് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്നറിയാം, ടി നോട്ട് ഈക്വൽ ടു 0 എന്നറിയാം. സോ ആൻഡ് അഗെയിൻ ടി ഗ്രേറ്റർ ദാൻ 0 എന്നറിയാം. സോ ഈ മൂന്നും കൂടി നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, ടി മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് വരും. സോ ഡൊമൈൻ ഓഫ് ആർ ഈസ് 1 ഇൻഫിനിറ്റി, 1 ഇൻക്ലൂഡഡ് ആണ്, 1 ഇൻഫിനിറ്റി ആണ് അതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കർവ്സ് ഡിഫൈൻഡ് ബൈ വെക്റ്റർ ഫംഗ്ഷൻസ് ആണ്. നമ്മളിപ്പോൾ ഫംഗ്ഷൻസ് പറയുമ്പോൾ അതിനൊരു ഗ്രാഫ് ഉണ്ടാവില്ല. സോ ഇവിടെ വെക്റ്റർ ഫംഗ്ഷൻസിൻ്റെ കർവ്സ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നാണ്. ആദ്യം നമുക്ക് XY കോർഡിനേറ്റ്, XY പ്ലെയിനകത്തുള്ളൊരു ഗ്രാഫാണ് തന്നിരിക്കുന്നത്. സ്കെച്ച് ദ കർവ് ഡിഫൈൻഡ് ബൈ ദി വെക്റ്റർ ഫംഗ്ഷൻ ആർ ഓഫ് ടി ഈക്വൽ ടു 3 cos t മൈനസ് 2 sin t. സോ നമുക്കിവിടെ 2 കോർഡിനേറ്റ്സേ ഉള്ളൂ. ആൻഡ് അഗെയിൻ ഗിവൺ ദാറ്റ് 0 is less than or equal to t less than or equal to 2π. സോ നമുക്ക് ഈ x ഈക്വൽ ടു 3 cos t, y ഈക്വൽ ടു മൈനസ് 2 sin t എന്നെടുക്കാം. ദെൻ നമുക്ക് നമ്മൾ മുന്നേ പാരാമെട്രിക് ഇക്വേഷൻ അത് ചെയ്ത പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, x/3 ഈക്വൽ ടു cos t, y/-2 ഈക്വൽ ടു sin t. ദെൻ അഗെയിൻ അത് രണ്ടും കൂടി സ്ക്വയർ ചെയ്ത് സം ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, x²/9 പ്ലസ് y²/4 ഈക്വൽ ടു 1 എന്ന് കിട്ടും. സോ നമുക്ക് ഇവിടെ ഈ ഒരു സെക്ഷനകത്ത് നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്, ആ ഗ്രാഫ് എന്താണെന്നാണ് കിട്ടിയിരിക്കുന്നത്, ആ ഗ്രാഫ് എവിടെയാണ് ലൈ ചെയ്യുന്നതെന്ന്. ഇനി അതിൻ്റെ എന്തും കൂടിയും കണ്ടുപിടിക്കണം, ഓറിയൻറ്റേഷനും കണ്ടുപിടിക്കണം. ഓക്കെ, x²/9 പ്ലസ് y²/4 എന്ന് പറയുമ്പോൾ എന്താണ്, എലിപ്സ് ആണല്ലേ, എലിപ്സിൻ്റെ ഇക്വേഷൻ അല്ലേ അത്. സോ നമുക്ക് എലിപ്സ് ആണെന്നറിയാം, അത് കംപ്ലീറ്റ് എലിപ്സ് ഉണ്ടോ, അല്ലെങ്കിൽ ഇവിടെ ടി തന്നിരിക്കുന്നുണ്ട്. ടി എന്ന് പറയുന്നത് റെസ്ട്രിക്റ്റഡ് ആണ്, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π ആണ്. സോ ടി റെസ്ട്രിക്റ്റഡ് ആണ്, ടി എവിടെ മുതൽ എവിടെ വരെ ഉണ്ടെന്നൊക്കെ നമുക്ക് നോക്കണം. സോ ടി ഈക്വൽ ടു 0 കൊടുക്കുകയാണെങ്കിൽ എന്താണ്, ടി 0 കൊടുക്കുമ്പം ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് 3 0 എന്ന് പറയുന്നതാണ്.
സോ 3 0 എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെയുള്ളൊരു പോയിന്റ് ആയിട്ട് നമുക്ക് അതിനെ ചൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് π/2 കൊടുക്കുമ്പോൾ 0 - 2 എന്നാണ് വരുന്നത്. 0 - 2 എന്ന് പറയുമ്പോൾ അത് ഇവിടെയുള്ള പോയിന്റ് ആണ്. ദെൻ t = π കൊടുക്കുമ്പോൾ അതെന്താണ്, ഇവിടെയുള്ളൊരു പോയിന്റ് വരും, -3 0 എന്ന് പറയുന്നത്. ദെൻ അഗെയിൻ എന്ത് കൊടുക്കുമ്പോൾ t = 3π/2 കൊടുക്കുമ്പോൾ നമുക്ക് എന്താ വരിക, 0 2 എന്ന് വരും. സോ അതിവിടെയുള്ള പോയിന്റ് വരും. ദെൻ അഗെയിൻ 2π കൊടുക്കുമ്പോൾ ഈ പോയിന്റ് തന്നെ വരും. സോ നമുക്ക് ഓറിയന്റേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇതാണ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് കംപ്ലീറ്റ് എലിപ്സ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നെക്സ്റ്റ് എക്സാമ്പിൾ, sketch the curve defined by the vector function r of t equal to 2 cos t I plus 2 sin t j plus tk where 0 is less than or equal to t less than or equal to 2π. സോ നമുക്ക് x equal to 2 cos t, y equal to 2 sin t, z equal to t എന്ന് കൊടുക്കാം. ദെൻ മുന്നേ ചെയ്ത പോലെ തന്നെ നമുക്ക് എന്ത് കിട്ടും, x² / 4² plus y² / 4² equal to 1 എന്ന് കിട്ടും. സോ x² plus y² equal to 4. x² plus y² equal to 4 എന്ന് പറയുന്നത് എന്താണ്, അതെന്ന് പറയുന്നത് സർക്കിൾ ആണ്. സോ z equal to t, t എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്ത് ഇങ്ങനെ പോകും. സെഡിന് ഓരോ വാല്യൂസ് നമ്മൾ കൊടുക്കും തോറും നമുക്ക് എന്താണ് കിട്ടുക, ദിസ് ഇസ് എ, ഇതെന്ന് പറയുന്നത് ഈ ഒരു കേർവ് എവിടെ ലൈ ചെയ്യുന്നു എന്ന്, റൈറ്റ് സർക്കുലർ സിലിണ്ടർ ഓഫ് റേഡിയസ് 2 റേഡിയസ് ഉള്ള 2 റേഡിയസ് എന്ന് പറയുന്ന ആ സർക്കിളിൻ്റെ റേഡിയസ് എന്താണ് 2 ആയതുകൊണ്ടാണ് ആ സിലിണ്ടറിൻ്റെ റേഡിയസ് 2 വന്നിരിക്കുന്നത്. സോ ഇതൊരു റൈറ്റ് സർക്കുലർ സിലിണ്ടറിലാണ് ലൈ ചെയ്യുന്നത് ആ കേർവ് എന്ന് മനസ്സിലാക്കാം. t equal to 0 കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ് വരിക, 2 0 0 എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ് നമുക്ക് കിട്ടുക. സോ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 2 0 0 ആണ്. ദെൻ അഗെയിൻ t equal to 0 ഇൻക്രീസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് എന്ത് വരും, നമുക്ക് ആ ഒരു റൈറ്റ് സർക്കുലർ സിലിണ്ടറിലൂടെ പോകുന്ന ഒരു ഹെലിക്സ് ആയിട്ടാണ് കിട്ടുക. സോ സ്പൈറൽ പോലെയാണ് അത് വരിക ആ ഒരു കേർവ് എന്ന് പറയുന്നത്. സോ അതിനെ നമ്മൾ ഹെലിക്സ് എന്നാണ് വിളിക്കുന്നത്. സോ തന്നിരിക്കുന്ന കേർവ് എന്ന് പറയുന്നത് ഹെലിക്സ് ആണെന്ന് മനസ്സിലാക്കാം. അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 2 0 0 ആണ്. എൻഡിങ് പോയിന്റ് എന്ന് പറയുന്നത് എപ്പോൾ കിട്ടുക, t equal to 2π കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുക 2 0 2π ആണ്. സോ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 2 0 0യും 2 0 2π ആയിട്ടുള്ള ഒരു ഹെലിക്സ് ആണ് തന്നിരിക്കുന്ന കേർവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലിമിറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി ആണ്. ഈ ഒരു സെക്ഷനാണ് ഞാൻ എളുപ്പമാണെന്ന് പറഞ്ഞത്. കാരണം നിങ്ങൾ ഫംഗ്ഷൻസിന് അപ്ലൈ ചെയ്യുന്ന പോലെ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്താൽ മതി, ലിമിറ്റും കണ്ടിന്യൂറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ മതി. ലിമിറ്റ് എന്ന് പറയുമ്പോൾ ലെറ്റ് ആർ ബി എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ ആർ ഓഫ് ടി ഈക്വൽ ടു, ഇതാണ് നമ്മളെ തന്നിരിക്കുന്ന വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് വിചാരിക്കുക. ദെൻ ലിമിറ്റ് ടി ടെൻസ് ടു എ ആർ ഓഫ് ടി എന്ന് പറയുന്നത് എന്തായിരിക്കും, സെപ്പറേറ്റ് ലിമിറ്റ് കൊടുക്കുന്നു. ലിമിറ്റ് ടി ടെൻസ് ടു എഫ് ഓഫ് ടി ഐ പ്ലസ് ലിമിറ്റ് ടി ടെൻസ് ടു എ ജി ഓഫ് ടി ജെ പ്ലസ് ലിമിറ്റ് ടി ടെൻസ് ടു എ എച്ച് ഓഫ് ടി. ഇതാണെന്ന് പറയുന്നത് ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ പക്ഷെ നമുക്ക് ഇങ്ങനെ എഴുതണമെങ്കിൽ എന്തായിരിക്കണം, ഈ ഓരോ ലിമിറ്റും ഈ ലിമിറ്റും ഒക്കെ എന്തായിരിക്കണം, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുക. അതിപ്പം സാധാരണ ഒരു ഫംഗ്ഷൻ്റെ കേസിലാണ് രണ്ട് ഫംഗ്ഷൻ്റെ സം എഫ് പ്ലസ് ജി എന്ന് പറയുന്ന സം ആണെങ്കിൽ അതിൻ്റെ ലിമിറ്റ് ഇപ്പം എച്ച് ഈക്വൽ ടു എഫ് പ്ലസ് ജി ആണെങ്കിൽ എച്ചിൻ്റെ ലിമിറ്റും എഫ് ഈക്വൽ ടു എച്ച് ഈക്വൽ ടു എഫ് പ്ലസ് ജി ആണെങ്കിൽ എഫിൻ്റെ ലിമിറ്റും ജിൻ്റെ ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എച്ചിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ലിമിറ്റ് എച്ച് ഈക്വൽ ടു ലിമിറ്റ് എഫ് പ്ലസ് ജി ലിമിറ്റ് ജി എന്ന് എഴുതാൻ കഴിയുള്ളൂ. സോ സിമിലർലി നമുക്ക് ഇവിടെ ഓരോ ഫംഗ്ഷൻ്റെ ലിമിറ്റും മറ്റ് എയിൽ ഡിഫൈൻഡ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെ എഴുതാൻ കഴിയുള്ളൂ എന്ന് പറയുന്നത്. അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സോ ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് ഫൈൻ ലിമിറ്റ് ടി ടെൻസ് ടു 0 ആർ ഓഫ് ടി തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ആർ ഓഫ് ടി എന്ന് പറയുന്ന വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ഇങ്ങനെയാണ്. സോ ലിമിറ്റ് ടി ടെൻസ് ടു ആർ ഓഫ് ടി എന്ന് പറയുമ്പോൾ എന്താണ്, സെപ്പറേറ്റ് ലിമിറ്റ് കൊടുക്കുന്നു. റൂട്ട് ടി പ്ലസ് 2 എന്ന് പറയുമ്പോൾ അതിന് 0 ലിമിറ്റ് കൊടുക്കുമ്പോൾ √2 ആണ് വരിക. ദെൻ ടി കോസ് 2t ഇവിടെ ഐ അല്ല, ടി കോസ് 2t എന്ന് പറയുമ്പോൾ 0 കൊടുക്കുമ്പോൾ 0 ആണ് വരിക. സോ ജെ കോർഡിനേറ്റ് 0 ആയിരിക്കും. നെക്സ്റ്റ് ഇ റേസ് ടു മൈനസ് ടിക്ക് 0 കൊടുക്കുമ്പോൾ എന്താണ് 1 ആണ് വരുന്നത്. സോ കെ കോർഡിനേറ്റ് 1 ആയിരിക്കും. സോ നമുക്ക് ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ വരിക, √2i പ്ലസ് കെ എന്ന് വരും. നെക്സ്റ്റ് കണ്ടിന്യൂറ്റി ആണ്. കണ്ടിന്യൂറ്റി ഓഫ് എ വെക്റ്റർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് വെക്റ്റർ ഫംഗ്ഷൻ ആർ ഈസ് കണ്ടിന്യൂസ് അറ്റ് എ if limit t tends to a r of t equal to r of a ആയിരിക്കണം. സോ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ പറ്റും. ഒരു ഇൻ്റർവെലിനകത്ത് കണ്ടിന്യൂസ് ആണെന്ന് പറയണമെങ്കിൽ എന്താണ്, ആ ഇൻ്റർവെലിനകത്ത് ഈച്ച് ആൻഡ് എവറി പോയിന്റിനകത്ത് എന്തായിരിക്കണം, കണ്ടിന്യൂസ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഇൻ്റർവെലിനകത്ത് കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ പറ്റാം.
Next question is find the interval on which the vector function are defined by r of t is continuous. So നമുക്ക് കണ്ടിന്യൂസ് ഏത് ഇൻ്റർവെലിനകത്താണ് കണ്ടിന്യൂസ് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിക്കുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ ഡൊമൈൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഡൊമൈൻ എന്ന് പറയുന്ന റൂട്ട് ടി ഇവിടെ വരുന്നതുകൊണ്ട് നമുക്ക് ടി ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. 1/t² - 1 വരുന്നതുകൊണ്ട് ടി നോട്ട് ഈക്വൽ ടു +or-1 ആയിരിക്കണം. സോ നമുക്ക് എന്താണ് വരുന്നത്, ഇതിൻ്റെ ഇൻ്റർവെൽ എന്ന് പറയുന്നത് 0, 1, 1 ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 0, 1, 1 ഇൻഫിനിറ്റി ആണ് ഇതിൻ്റെ ഡൊമൈൻ എന്ന് കിട്ടും. ഓക്കെ, ഡൊമൈൻ എന്ന് പറയുന്നത് 0, 1, 1 ഇൻഫിനിറ്റി ആണ്. ദെൻ നമുക്ക് എന്താണ് വേണ്ടത്, ഈ ആർ ഓഫ് ടി എവിടെയാണ് കണ്ടിന്യൂസ് എന്നല്ലേ. ഈ ഓരോ ഫംഗ്ഷൻസ് എന്താണ് 0, 1, 1 ഇൻഫിനിറ്റിക്കകത്ത് ഓരോ ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ആർ ഓഫ് ടി എന്ന് പറയുന്നത് 0, 1, 1 ഇൻഫിനിറ്റിക്കകത്ത് കണ്ടിന്യൂസ് ആണെന്ന് പറയാം. Now we have differentiation and integration of vector valued functions. So നമ്മൾ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻസിനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ മുന്നേ ഒരു ഫംഗ്ഷൻ പറഞ്ഞപ്പോൾ ഫംഗ്ഷൻ പറയുമ്പോൾ അതിൻ്റെ ഡിഫറൻസിയേഷനും ഇൻ്റഗ്രേഷനും ഒക്കെ കണ്ടുപിടിക്കായിരുന്നു. ഡിഫറൻസിയേഷനും ഇൻ്റഗ്രേഷനും ആ ഫംഗ്ഷന് ഡിഫൈൻഡ് ആണെങ്കിൽ നമുക്ക് ആ ഡിഫറൻസിയേഷനും ഇൻ്റഗ്രേഷനും കണ്ടുപിടിക്കാം. സിമിലർലി നമുക്കൊരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷന് ഡിഫറൻസിയേഷനും ഇൻ്റഗ്രേഷനും പറയാം. ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് പറയാൻ പോകുന്നത്. ദ ഡെറിവേറ്റീവ് ഓഫ് എ വെക്റ്റർ ഫംഗ്ഷൻ ആർ ഈസ് ദ വെക്റ്റർ ഫംഗ്ഷൻ ആർ ഡാഷ്. ഇത് ആർ ഡാഷ് ആണ്. ആർ ഡാഷ് ഡിഫൈൻഡ് ബൈ ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു dr/dt ദാറ്റ്സ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻഡ്സ് ടു 0 r of t plus h minus r of t divided by h provided that the limit exists. ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ we can define r dash of t is equal to this limit എന്ന് നമുക്ക് എഴുതാൻ കഴിയും. സെയിം നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന പോലെ, ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഡിഫൈൻ ചെയ്യുന്ന പോലെ തന്നെ. The derivative r dash of the vector r at p may be interpreted as the tangent vector to the curve defined by r at the point p. നമ്മൾ ഫംഗ്ഷൻ അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ y = f(x) ആണെങ്കിൽ ആ ഒരു കേർവിൻ്റെ പെർട്ടിക്കുലർ പോയിന്റിലുള്ള ടാൻജൻ്റ് ആണ് ആക്ച്വലി ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഇവിടെയും സെയിം മീനിങ് ആണെന്നാണ് പറയുന്നത് വെൻ r dash of t നോട്ട് ഈക്വൽ ടു 0 ആവുന്ന കേസിൽ. If we divide r dash of t by its length, we obtain the unit vector. നമുക്ക് r dash of t കിട്ടി. r dash of t-നെ നമ്മൾ അതിൻ്റെ ലെങ്ത് വെച്ചാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് യൂണിറ്റ് വെക്ടറാണ് കിട്ടുക. ഇതാണ് ആ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ യൂണിറ്റ് വെക്ടർ. കാരണം ഇതിൻ്റെ എന്താണ് ലെങ്ത് എന്തായിരിക്കും, ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 1 ആണ് വരിക. അതുകൊണ്ടാണ് അത് യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്. സോ ആർ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്, ടാൻജൻ്റ് വെക്ടറാണ്. സോ ആർ ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ ആർ ഡാഷ് ഓഫ് ടി മോഡ് ആർ ഡാഷ് ഓഫ് ടി എന്ന് പറയുമ്പോൾ അതിൻ്റെ ലെങ്ത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ യൂണിറ്റ് വെക്ടർ ആണെന്ന് പറഞ്ഞു. സോ ഇതിനെ നമ്മൾ എന്താണ് പറയുന്നത്, യൂണിറ്റ് ടാൻജൻ്റ് വെക്ടർ എന്നാണ് പറയുന്നത്. യൂണിറ്റ് ടാൻജൻ്റ് വെക്ടർ എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഒരു തിയറമാണ് പറയുന്നത്, ഡിഫറൻസിയേഷൻ ഓഫ് വെക്ടർ ഫംഗ്ഷൻ. അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു തിയറാണ്. ലെറ്റ് ആർ ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് ടി ഐ പ്ലസ് ജി ഓഫ് ടി ജെ പ്ലസ് എച്ച് ഓഫ് ടി കെ where f, g and h are differentiable functions of t. So fഉം gയും hഉം ഡിഫറൻഷ്യബിൾ ആണെന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. Then r dash of t equal to f dash of t I plus g dash of t j plus h dash of t k. സോ നമ്മൾ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്തായിരിക്കും, എഫും ജിയും എച്ചും ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണെങ്കിൽ ആ ഒരു ആർ എന്ന് പറയുന്ന വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. കമ്പോണൻറ്റ് വൈസ് എന്ത് ചെയ്യും, നമ്മൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും. ഓക്കെ, ഇതെങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 പറഞ്ഞിട്ട് ആ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്. സോ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ആർ ഓഫ് ടി പ്ലസ് ക്യാപിറ്റൽ ഡെൽറ്റയാണ് ഇവിടെ മാറിപ്പോയിരിക്കുകയാണ്. ഓക്കെ, ആർ പ്ലസ് ഡെൽറ്റ ടി മൈനസ് ആർ ടി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ഓഫ് ടി എന്ന് വരും. ഡെൽറ്റ ടി എന്ന് വരും. ഡെൽറ്റ ടി എന്ന് വെച്ചാൽ സ്മോൾ ചേഞ്ച് എന്നാണ് പറയുന്നത്, ടിയിലുള്ള സ്മോൾ ചേഞ്ച്. ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ആർ ഓഫ്
ടി എന്ന് പറയുന്നത്, ആർ ഓഫ് ടി എന്ന് പറയുന്നത് ഇതാണ് തന്നിട്ടുണ്ട്. സോ ആർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ടിക്ക് പകരം ഈ ഓരോ എഫിലും ജിയിലും എച്ചിലുമുള്ള ടി ഡെൽറ്റ ടി പുട്ട് ചെയ്യുന്നു. സോ വി ഗെറ്റ് ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 എഫ് ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി ഐ പ്ലസ് ജി ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി ജെ പ്ലസ് എച്ച് ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി കെ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്ന് കിട്ടും. ദെൻ എഗെയിൻ എന്താണുള്ളത്? മൈനസ് ആർ ടി ഡിവൈഡഡ് ബൈ മൈനസ് ആർ ഓഫ് ടി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഉണ്ട്. ആർ ഓഫ് ടി ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. സോ അത് നമ്മൾ പുട്ട് ചെയ്യാം. ദെൻ എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഐയുടെ കോഎഫിഷ്യൻസ് ഒക്കെ സം ചെയ്യുന്നു. സോ നമുക്ക് എന്ത് കിട്ടും? ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 എഫ് ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് എഫ് ഓഫ് ടി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഐ പ്ലസ് അതേപോലെ തന്നെ ജെയുടെയും കെയുടെയും ടേംസ് നമ്മൾ എഴുതി വെക്കുന്നു. ദെൻ ഈ ലിമിറ്റ്സ് ഒക്കെ എന്താണ്? എഫും ജിയും എച്ചും ഡിഫറൻഷ്യബിൾ ആയതുകൊണ്ട് ഈ ഓരോ ലിമിറ്റും നമുക്ക് എന്താണ്? എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കിട്ടും. സോ എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് വി ക്യാൻ സ്പ്ലിറ്റ് ദിസ് ഇക്വേഷൻ. നമുക്ക് ആ ലിമിറ്റിന് എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു സ്റ്റെപ്പിലേക്ക് വരാൻ പറ്റുന്നത്. സോ ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 എഫ് ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് എഫ് ഓഫ് ടി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഐ പ്ലസ് എക്സെട്ര. ആ ടേംസ് ഒക്കെ നമ്മൾ എഴുതി വെക്കുന്നു. ദെൻ ഇതെന്താണ്? ഡെഫിനേഷൻ അനുസരിച്ച് ദിസ് ഈസ് എഫ് ഡാഷ് ഓഫ് ടി ആൻഡ് അഗെയിൻ ഐ പ്ലസ് ദിസ് ഈസ് ജി ഡാഷ് ഓഫ് ടി ഇൻറ്റു ജെ plus this is h dash of t into k. So we get r dash of t equal to f dash of t I plus g dash of t j plus h dash of t k. So നമ്മളത് പ്രൂവ് ചെയ്തു. സോ നമുക്ക് ആർ ഓഫ് ടി എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ തന്നു. എഫ് ഓഫ് ടി ഐ പ്ലസ് ജി ഓഫ് ടി ജെ പ്ലസ് എച്ച് ഓഫ് ടി കെ എന്ന് പറയുന്ന വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ തന്നാൽ അതിൻ്റെ ഡെറിവേറ്റീവ് കാണാൻ വേണ്ടി പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ആ ഓരോ കമ്പോണൻറ്റും ഐയുടെയും ജെയുടെയും കെയുടെയും കമ്പോണൻസ് ഒക്കെ ഡിഫറൻഷ്യബിൾ ആണോ നമ്മൾ ആദ്യം നോക്കുക. ആണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? കമ്പോണൻറ്റ് വൈസ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിരിക്കുന്നു. ഫൈൻഡ് ദി ഡെറിവേറ്റീവ് ഓഫ് ആർ ഓഫ് ടി ഈക്വൽ ടു ടി സ്ക്വയർ പ്ലസ് 1 ഐ പ്ലസ് ഇ റേസ് ടു മൈനസ് ടി ജെ മൈനസ് സൈൻ 2t കെ. സോ ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഓൾസോ ടാൻജൻസിയും യൂണിറ്റ് ടാൻജൻറ്റ് വെക്ടറും കാണാൻ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ആർ ഓഫ് ടി ഈക്വൽ ടു ഇതാണ് ഫംഗ്ഷൻ ഉള്ളത്. ടി സ്ക്വയർ പ്ലസ് 1 ഐ പ്ലസ് ഇ റേസ് ടു മൈനസ് ടി ജെ മൈനസ് സൈൻ 2t കെ. സോ ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം എന്താണ് നോക്കേണ്ടത്? ഓരോ കമ്പോണൻറ്റ് ഫംഗ്ഷൻസും ഡിഫറൻഷ്യബിൾ ആണോ? ടി സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്നത് ഓൾവേസ് ഡിഫറൻഷ്യബിൾ ആണ്. ഇ റേസ് ടു മൈനസ് ടി ഡിഫറൻഷ്യബിൾ ആണ്. സൈൻ 2t ഡിഫറൻഷ്യബിൾ ആണ്. Therefore we can say that r dash of t equal to ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 2t. ഇതിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് ഇ റേസ് ടു മൈനസ് ടി മൈനസ് സൈൻ 2t കെ മൈനസ് സൈൻ 2tയുടെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് 2 കോസ് 2t. സോ ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു 2t ഐ മൈനസ് ഇ റേസ് ടു മൈനസ് ടി ജെ മൈനസ് 2 കോസ് 2t കെ എന്ന് നമുക്ക് കിട്ടും. ആ ക്വസ്റ്റ്യൻ്റെ തന്നെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ടാൻജൻസിയും യൂണിറ്റ് ടാൻജൻറ്റ് വെക്ടറും അറ്റ് ടി ഈക്വൽ ടു 0 കാണാൻ വേണ്ടിയിട്ടാണ്. സോ നമുക്ക് എന്തുണ്ട്? ആർ ഓഫ് 0 ആർ ഓഫ് ടി എന്ന് പറയുന്നത് ടി സ്ക്വയർ പ്ലസ് 1 ഐ പ്ലസ് ഇ റേസ് ടു മൈനസ് ടി ജെ മൈനസ് സൈൻ 2t കെ ആയിരുന്നു. സോ ആർ ഓഫ് 0 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഐ പ്ലസ് ജെ ആയിരിക്കും. സോ പോയിന്റ് ഓഫ് ടാൻജൻസി എന്ന് പറയുന്നത് എന്താണ്? ഐ ഉണ്ട്, ജെ ഉണ്ട്, കെയുടെ കമ്പോണൻ്റ് എന്താണ്? 0 ആണ്. സോ പോയിന്റ് ഓഫ് ടാൻജൻസി എന്ന് പറയുന്നത് 1 1 0 ആണ്. സോ നമുക്ക് നെക്സ്റ്റ് കാണേണ്ടത് യൂണിറ്റ് ടാൻജൻറ്റ് വെക്ടർ ആണ്. സോ നമുക്ക് ആദ്യം ആർ ഡാഷ് ഓഫ് 0 കണ്ടുപിടിക്കണം. ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു നമുക്ക് ഇതുണ്ട്. ദെൻ പുട്ട് ടി ഈക്വൽ ടു 0 ഹിയർ. സോ ആർ ഡാഷ് ഓഫ് 0 ഈക്വൽ ടു 2t become 0 minus e raised to minus t become minus 1 and minus 2 cos 2t become minus 2. Therefore r dash of 0 equal to minus j minus 2k. Then unit tangent vector at 1 1 0 be t of 0 equal to r dash of 0 divided by r dash of length of r dash of 0. That's equal to minus j minus 2k divided by root of minus 1 square, that's 1, plus minus 2 square, that's 4. This is equal to minus 1 by root 5j minus 2 by root 5
Okay. Next example is find parametric equation for the tangent line to the helix with parametric equation x equal to 3 cos t, y equal to 2 sin t, z equal to t at the point where t equal to pi by 6. So നമുക്കിവിടെ ഈ ഒരു തന്നിരിക്കുന്ന പാരാമെട്രിക് ഇക്വേഷൻ്റെ ടാൻജൻ്റ് ലൈൻ്റെ പാരാമെട്രിക് ഇക്വേഷനാണ് നമുക്ക് കാണേണ്ടത്. സോ ദ വെക്റ്റർ ഫംഗ്ഷൻ ദാറ്റ് ഡിസ്ക്രൈബ്സ് ദ ഹെലിക്സ് ഈസ്, സോ നമുക്ക് ഓൾറെഡി ഹെലിക്സിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. സോ നമുക്ക് ആ വെക്റ്റർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ആർ ഓഫ് ടി ഈക്വൽ ടു എക്സ് കമ്പോണൻറ്റിൻ്റെ എക്സ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഐയുടെ കോയിഫിഷ്യൻറ്റ്, വൈ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ജെയുടെ കോയിഫിഷ്യൻറ്റ്, സെഡ് എന്ന് പറയുന്നത് കെയുടെ കോയിഫിഷ്യൻറ്റ്. സോ ആർ ഓഫ് ടി ഈക്വൽ ടു 3 cos t i plus 2 sin t j plus tk എന്ന് വരും. ദ ടാൻജൻറ്റ് വെക്റ്റർ അറ്റ് എനി പോയിന്റ് ഓൺ ദ ഹെലിക്സ് ഈസ് ആർ ഡാഷ് ഓഫ് ടി. ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടു കഴിഞ്ഞാൽ ഇത് ഓരോന്നും കമ്പോണൻറ്റ് വൈസ് ഡിഫറൻഷ്യബിൾ ആയതുകൊണ്ട് നമുക്ക് ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു -3 sin t i plus 2 cos t j plus k എന്ന് എഴുതാം. സോ ദ ടാൻജൻറ്റ് വെക്റ്റർ അറ്റ് ദ പോയിന്റ് 3√3/2 1 pi/6. സോ നമുക്ക് ടി ഈക്വൽ ടു pi/6 ആണെന്ന് തന്നിട്ടുണ്ട്. സോ എക്സ് എന്ന് പറയുന്നത് എന്താണ്? 3 cos pi/6. സോ എക്സ് എന്ന് പറയുന്നത് 3√3/2 വരും. വൈ എന്ന് പറയുന്നത് എന്താണ്? 2 sin t ആണ്. ടി എന്ന് പറയുന്നത് pi/6 ആണ്. സോ 2 sin t എന്ന് പറയുമ്പോൾ 2 × 1/2 ദാറ്റ്സ് 1. ദെൻ സെഡ് ഈക്വൽ ടു pi/6. Therefore പോയിന്റ് എന്ന് പറയുന്നത് 3√3/2 1 pi/6 ആണ്. ദെൻ ആർ ഡാഷ് ഓഫ് pi/6 ഈക്വൽ ടു നമുക്ക് എന്താണ് വരിക? ആർ ഡാഷ് ഓഫ് pi/6 ഈക്വൽ ടു -3 sin pi/6. sin pi/6 1/2. സോ -3/2 i plus √3j plus k എന്ന് കിട്ടും. സോ നമുക്ക് ആ ഒരു ടാൻജൻറ്റ് ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റ് കിട്ടി. ഈ ഒരു പോയിന്റിലൂടെയാണ് പാസ് ചെയ്യുന്നതെന്ന് കിട്ടി. ടാൻജൻറ്റ് വെക്റ്റർ എന്ന് പറയുന്നത് ഇതാണല്ലോ, ആർ ഡാഷ് ഓഫ് pi/6 ആണ് ടാൻജൻറ്റ് വെക്റ്റർ എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ വെക്റ്ററിന് പാരലലാണ് ആ ലൈൻ എന്ന് മനസ്സിലായി. സോ നമുക്ക് പോയിന്റും കിട്ടി, പാരലൽ ആയിട്ടുള്ളൊരു വെക്റ്ററും കിട്ടി. സോ നമുക്ക് എക്സ് നോട്ട് എന്ന് പറയുന്നത് ഇത്, വൈ നോട്ട് എന്ന് പറയുന്നത് ഇത്, സെഡ് നോട്ട് എന്ന് പറയുന്നത് ഇത്, എ ഇത്, ബി ഇത്, സി എന്നെടുക്കാം. സോ നമുക്ക് ഇക്വേഷൻ എങ്ങനെ വരും? പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു 3√3/2 -3/2 t, y ഈക്വൽ ടു 1 plus √3t ആൻഡ് സെഡ് ഈക്വൽ ടു pi/6 plus t എന്ന് വരും. സോ പാരാമെട്രിക് ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. നമ്മളിപ്പോൾ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത് കണ്ടു. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ് ആണ്. സോ ഹിയർ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഓരോ ഫംഗ്ഷൻസിൻ്റെയും ഡെറിവേറ്റീവ്സ് എക്സസ് ചെയ്യുകയാണെങ്കിൽ ആർ ഡബിൾ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു നമുക്ക് d/dt ഓഫ് ആർ ഡാഷ് ഓഫ് ടി, ഒരു സിംപ്ലി വി കെൻ സേ ദാറ്റ് നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ ഓരോ കോഎഫിഷ്യൻറ്റ് ഫംഗ്ഷൻസിനെയും സെപ്പറേറ്റ് നമ്മൾ ഡെറിവേറ്റീവ് കണ്ടിട്ട് ആ ഐ വെച്ച് ജോയിൻ ചെയ്താൽ മതി. ഐ ജെ കെ വെച്ച് ജോയിൻ ചെയ്ത് സം ചെയ്താൽ മതി. എന്ന് വെച്ചാൽ ആർ ഡബിൾ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു എഫ് ഡബിൾ ഡാഷ് ഓഫ് ടി ഐ പ്ലസ് ജി ഡബിൾ ഡാഷ് ഓഫ് ടി ജെ പ്ലസ് എച്ച് ഡബിൾ ഡാഷ് ഓഫ് ടി കെ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് റൂൾസ് ഓഫ് ഡിഫറൻസിയേഷൻ ആണ്. ഇതിനകത്ത് നമ്മൾ പറയുന്നത് യു ഓഫ് ടി പ്ലസ് ഓർ മൈനസ് വി ഓഫ് ടി, യുവും വിയും എന്താണ്? വെക്റ്റർ ഫംഗ്ഷൻസ് ആണ്. ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള വെക്റ്റർ ഫംഗ്ഷൻസ് ആണെങ്കിൽ പ്ലസ് മൈനസ് ചെയ്യുമ്പോൾ, കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, രണ്ട് ഫംഗ്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, രണ്ട് ഫംഗ്ഷൻസിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് കാണുമ്പോൾ, രണ്ട് ഫംഗ്ഷൻസിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് കാണുമ്പോൾ, രണ്ട് ഫംഗ്ഷൻസിൻ്റെ കോമ്പോസിഷൻ എടുക്കുമ്പോൾ, ഈ ടൈമിലൊക്കെ എങ്ങനെയാണ് ഡെറിവേറ്റീവ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്നാണ്. ബാക്കി ഡോട്ട് പ്രോഡക്റ്റും ക്രോസ് പ്രോഡക്റ്റും ഒഴിച്ച് ബാക്കി എല്ലാ ടേംസും, ബാക്കി എല്ലാ സമ്മിൻ്റെ ഒക്കെ ഡെറിവേറ്റീവ് എന്താ കാണുക? നമ്മൾ ഓൾറെഡി ഫംഗ്ഷൻസിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണോ ചെയ്യുന്നത് സെയിം ഫോമാറ്റിൽ തന്നെയാണ് ചെയ്യുന്നത്. ദെൻ നമ്മൾ കോമ്പോസിഷനും അങ്ങനെ തന്നെയാണ്, ചെയിൻ റൂൾ ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഡോട്ടും ക്രോസ് പ്രോഡക്റ്റും നമ്മൾ എന്തുപോലെയാണ് ചെയ്തിരിക്കുന്നത്? ആ ഡോട്ട് ഇപ്പം യു ഓഫ് ടി ഡോട്ട് വി ഓഫ് ടിയുടെ ഡെറിവേറ്റീവ് ആണെങ്കിൽ യു ഡാഷ് ഓഫ് ടി ഡോട്ട് വി ഓഫ് ടി പ്ലസ് യു ഓഫ് ടി ഡോട്ട് വി ഡാഷ് ഓഫ് ടി എന്നാണ്. ക്രോസ് പ്രോഡക്റ്റ് ആണെങ്കിൽ സെയിം യു ഡാഷ് ഓഫ് ടി ക്രോസ് വി ഓഫ് ടി പ്ലസ് യു ഓഫ് ടി ക്രോസ് വി ഡാഷ് ഓഫ് ടി
ഇതാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഡോട്ടും ക്രോസും നമ്മൾ ഫംഗ്ഷൻസിനകത്ത് പഠിച്ചിട്ടുണ്ടാവില്ല, അത് മാത്രമേ ഇവിടെ പുതുതായിട്ട് നമുക്ക് വന്നിട്ടുള്ളൂ. സോ ഈ ടേബിൾ ഒന്ന് പഠിച്ചു വെക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ലെങ്ത് ഉള്ളൊരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആണെങ്കിൽ, വി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ലെങ്ത് ഉള്ളൊരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആണെങ്കിൽ വി ഡോട്ട് വി ഡാഷ് ഈക്വൽ ടു 0 എന്ന് കാണിക്കാനാണ്. അല്ലെങ്കിൽ വിയും അതിൻ്റെ ടാൻജന്റ് വെക്റ്ററും ഓർത്തോഗണൽ ആണെന്ന് കാണിച്ചാൽ മതി. സോ നമുക്ക് തന്നിരിക്കുന്നത് വി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ലെങ്ത് സി ഉള്ള ഒരു വെക്റ്റർ ആണെന്നാണ് തന്നിരിക്കുന്നത്. സോ വി ഡോട്ട് വി ഈക്വൽ ടു മോഡ് വി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. സോ നമുക്ക് ഡിഫറൻസിയേഷൻ്റെ റൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വി എന്ന് പറയുന്നത് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണ്. സോ അതിൻ്റെ റൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡി ബൈ ഡി ടി ഓഫ് വി ഡോട്ട് വി ഈക്വൽ ടു കോൺസ്റ്റന്റിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, ഈക്വൽ ടു 0 എന്ന് കിട്ടും. ദെൻ നമുക്ക് ഡെറിവേറ്റീവ് ഓഫ് വി ഡോട്ട് വി എന്ന് പറയുന്നത് മുന്നേത്തെ ടേബിളിനകത്ത് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. വി ഡോട്ട് വി എന്ന് പറയുന്നത് വി ഡോട്ട് വി ഡാഷ് പ്ലസ് വി ഡാഷ് ഡോട്ട് വി എന്നാണ് തന്നിരിക്കുന്നത്. ദിസ് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ നമുക്ക് വി ഡോട്ട് വി ഡാഷും വി ഡാഷ് വി ഡോട്ടും എന്താണ്, കമ്മ്യൂട്ടേറ്റീവ് ആണ്. സോ നമുക്ക് വി ഡാഷ് ഡോട്ട് വി ഈക്വൽ ടു വി ഡോട്ട് വി ഡാഷ് എന്ന് എഴുതാം. സോ 2 വി ഡോട്ട് വി ഡാഷ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അല്ലെങ്കിൽ വി ഡോട്ട് വി ഡാഷ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ വി ഗെറ്റ് വി ഡോട്ട് വി ഡാഷ് ഈക്വൽ ടു 0 ഓർ വി ആൻഡ് ഇറ്റ്സ് ടാൻജന്റ് വെക്റ്റർ വി ഡാഷ് ആർ ഓർത്തോഗണൽ എന്ന് കിട്ടി. ദെൻ നമ്മളിപ്പോൾ ഡിഫറൻസിയേഷൻ ആണ് പറഞ്ഞത്. സിമിലർലി വി ക്യാൻ സേ അബൌട്ട് ഇന്റഗ്രേഷൻ ഓഫ് വെക്റ്റർ ഫംഗ്ഷൻസ്. Consider let r of t equal to f of ti plus g of dj plus h of tk, where f, g and h are integrable functions. Then the indefinite integral of r with respect to t is given by integral r of t dt equal to integral f of t dt I plus integral g of t dt j plus integral h of d dt k, and the definite integral of r over the interval ab is given by integral ab equal to integral ab r of t dt equal to integral a to b f of t dt I plus integral a to b g of d dt j plus integral a to b h of t dt k. We have a question here. Find the antiderivative of r dash of t equal to cos t I plus e raised to minus t j plus root t k. So ഇതാണ് r dash of t എന്ന് പറയുന്നത്. And also given that r of 0 equal to I plus 2j plus 3k. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് r of t ആണ്, എന്ന് വെച്ചാൽ r dash of tയുടെ ആൻറ്റി ഡെറിവേറ്റീവ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ r of t equal to integral r dash of t dt എന്ന് നമുക്ക് എഴുതാം. Then this is equal to integral cos t I plus e raised to minus t j plus t raised to 1 by 2. That means root t can be written as t raised to 1 by 2k dt. Then we can integrate it as, നമുക്ക് കമ്പോണന്റ് വൈസ് ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, കോസ് ടി എന്ന് പറയുന്നത് സൈൻ ടി കിട്ടും, ഇ റേസ് ടു മൈനസ് ടി എന്ന് പറയുന്നത് മൈനസ് ഇ റേസ് ടു മൈനസ് ടി കിട്ടും, ടി റേസ് ടു 1 by 2 എന്ന് പറയുന്നത് ടി റേസ് ടു 1 by 2 plus 1 ഡിവൈഡഡ് ബൈ 1 by 2 plus 1 ദാറ്റ് ഈസ് 2 by 3 ടി റേസ് ടു 3 by 2 എന്ന് കിട്ടും. പ്ലസ് എന്താണ്, ഇത് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആണ്, ദെർഫോർ പ്ലസ് ഒരു കോൺസ്റ്റന്റ്. സോ ആർ ഓഫ് ടി ഈക്വൽ ടു സൈൻ ടി ഐ മൈനസ് ഇ റേസ് ടു മൈനസ് ടി ജെ പ്ലസ് 2 by 3 ടി റേസ് ടു 3 by 2 k plus c എന്ന് കിട്ടും. ഓൾസോ ഗിവൺ ദാറ്റ് ആർ ഓഫ് 0 ഈക്വൽ ടു ഐ പ്ലസ് 2j പ്ലസ് 3k എന്നാണ്. ദെർഫോർ നമുക്ക് എന്ത് കിട്ടും, ആർ ഓഫ് 0 ഈക്വൽ ടു ദിസ് ഇസ് ഈക്വൽ ടു ഇതിന് എല്ലാത്തിനും ടി ഈക്വൽ ടു 0 വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, ടി ഈക്വൽ ടു 0 വാല്യൂ കൊടുക്കുമ്പോൾ സൈൻ ടി 0 ആണ്, സൈൻ ടി 0 ആണ്, ഈ ടിയും 0 ആവും. ദെർഫോർ മൈനസ് ഇ റേസ് ടു ടി മൈനസ് ടി എന്ന് പറയുന്നത് എന്താവും, മൈനസ് 1 ആവും. സോ മൈനസ് ജെ പ്ലസ് സി, മൈനസ് ജെ പ്ലസ് സി so we get r of 0 equal to minus j plus c. Already we have r of 0 equal to I plus 2j plus 3k. Therefore we can write minus j plus c equal to I plus 2j plus 3k. Therefore we get c equal to I plus 3j plus 3k. Okay, so നമുക്ക് c യുടെ വാല്യൂ നമുക്ക് കിട്ടി. സോ നമുക്ക് എന്ത് എഴുതാം,
r of t equal to sin t I minus e raised to minus t j plus 2 by 3 t raised to 3 by 2 k plus c എന്ന് പറയുന്നത് I plus 3j plus 3k എന്ന് എഴുതാം. ദെൻ നമുക്കിവിടെ ഐയുടെ കമ്പോണൻസ് രണ്ടും സം ചെയ്യാം, ജെയുടെ കമ്പോണൻസ് രണ്ടും സം ചെയ്യാം, ഓൾസോ കെയുടെ കമ്പോണൻസ് തമ്മിൽ നമുക്ക് സം ചെയ്യാം. ദെൻ അറ്റ് ലാസ്റ്റ് വി ഗെറ്റ് r of t equal to 1 plus ഐയുടെ കോഎഫിഷ്യന്റ് എന്താണ്, സിയിൽ ഐയുടെ കോഎഫിഷ്യന്റ് 1 ആണ്, 1 പ്ലസ് ഇവിടെ സൈൻ ടി, 1 പ്ലസ് സൈൻ ടി ഐ പ്ലസ് ജെയുടെ കോഎഫിഷ്യന്റ് 3 ആണ്. സോ 3 മൈനസ് ഇ റേസ് ടു മൈനസ് ടി, 3 മൈനസ് ഇ റേസ് ടു മൈനസ് ടി ജെ പ്ലസ് ഇവിടെ 3 ആണ് കെയുടേത്. സോ 3 പ്ലസ് 2 ബൈ 3 ടി റേസ് ടു 3 ബൈ 2 കെ എന്ന് കിട്ടും. ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിരിക്കുന്നത്, ഇവിടെ ഒരു മൈനസ് ജെ എന്ന് എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്, പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. ഓക്കെ, മൈനസ് ജെ പ്ലസ് സി ഈക്വൽ ടു ആണ് എന്ത് വന്നിരിക്കുന്നത്, r of 0 വന്നിരിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ആർക്ക് ലെങ്ത് ആൻഡ് കർവേച്ചർ ആണ്. സോ we saw that the length of the plane curve given by parametric equation x equal to f of t and y equal to g of t where a less than or equal to t less than or equal to b is L equal to integral a to b root of dx by dt all square plus dy by dt all square dt. So നമുക്ക് ഓൾറെഡി പാരാമെട്രിക് ഇക്വേഷനകത്ത് ആ ഒരു കർവിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്, പ്ലെയിൻ കർവിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെയും ലെങ്ത് കണ്ടുപിടിക്കുന്നത്. സി എന്ന് പറയുന്നത് വെക്റ്റർ ഫംഗ്ഷൻ, ആർ ഓഫ് ടി എന്ന് പറയുന്ന വെക്റ്റർ ഫംഗ്ഷന്റെ കർവ് ആണെന്ന് വിചാരിക്കുക. ആർ ഓഫ് ടി നമ്മൾ മുന്നേ ഡിഫൈൻ ചെയ്യുന്ന പോലെ തന്നെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ടി ഈസ് ബിറ്റ്വീൻ എ ആൻഡ് ബി ആൻഡ് ഹിയർ ഗിവൺ ദാറ്റ് എഫ് ഡാഷ് ജി ഡാഷ് ആൻഡ് എച്ച് ഡാഷ് ആർ കണ്ടിന്യൂസ്. സോ നമുക്കിത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എഫ് ഡാഷും ജി ഡാഷും എച്ച് ഡാഷും ഒക്കെ കണ്ടിന്യൂസ് ആണെന്ന് പറയുന്നത്. If C is traversed exactly once as T increases from A to B, ഒരു തവണ മാത്രമാണ് അത് ട്രാവേഴ്സ് ചെയ്യുന്നുള്ളൂ എങ്കിൽ എന്നാണ് പറയുന്നത്. സോ then its length is given by L equal to എന്താണ്, integral A to B root of f dash of t square plus g dash of t square plus h dash of t square dt that's equal to integral A to B mod r dash of t dt. മുന്നേ പറഞ്ഞിരുന്നതും എന്ത് തന്നെയായിരുന്നു, ലെങ്ത് ഈക്വൽ ടു ഇന്റഗ്രൽ A to B mod r dash of t ഡി ടി തന്നെയായിരുന്നു. ഇവിടെ മോഡ് ആർ ഡാഷ് താഴെയാണ് വരേണ്ടത്, അതും പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. സോ ഇത് രണ്ടും എന്താണ്, ലെങ്ത് കണ്ടുപിടിക്കുന്നത് ഇക്വേഷൻ സെയിം തന്നെയാണ്. ഒന്നിനകത്ത് ജസ്റ്റ് ഒരു പുതിയൊരു ന്യൂ ഫംഗ്ഷൻ എച്ച് ഡാഷ് കയറി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദെൻ ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് ഫൈൻഡ് ദി ലെങ്ത് ഓഫ് ദി ആർക്ക് ഓഫ് ദി ഹെലിക്സ് സി ഗിവൺ ബൈ ദി വെക്റ്റർ ഫംഗ്ഷൻ ആർ ഓഫ് ടി ഈക്വൽ ടു 2 cos t i plus 2 sin t j plus t k. സോ നമുക്ക് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തരുവാണെങ്കിൽ, ഹെലിക്സ് എന്നും പറഞ്ഞിട്ട് അതിൻ്റെ ഇക്വേഷൻ വെക്റ്റർ ഫംഗ്ഷൻ ഓൾറെഡി തന്നിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല, ആ ഒരു ഇൻ്റഗ്രേഷൻ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. സോ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്, ആർ ഡാഷ് ഓഫ് ടി കണ്ടുപിടിക്കുന്നു. ഇൻ്റഗ്രൽ എ ടു ബി മോഡ് ആർ ഡാഷ് ഓഫ് ടി ഡി ടി അല്ല, ആർ ഡാഷ് എന്ന് പറയുന്നത് 0 to 2π ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് എത്ര തവണ ഇത് ട്രാവേഴ്സ് ചെയ്യുന്നുണ്ടെന്ന് കണ്ടുപിടിക്കണം. സോ ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു എന്താണ്, ഡെറിവേറ്റീവ് കണ്ട -2 sin t i plus 2 cos t j plus k എന്ന് കിട്ടും. ഇതാണ് ആർ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത്. സോ മോഡ് ആർ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് എന്തായിരിക്കും, -2 sin t സ്ക്വയർ റൂട്ട് ഓഫ് -2 sin t സ്ക്വയർ ഹോൾ സ്ക്വയർ പ്ലസ് 2 cos t ഹോൾ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് വരും. സോ റൂട്ട് 4 sin സ്ക്വയർ ടി പ്ലസ് 4 cos സ്ക്വയർ ടി പ്ലസ് 1 dt എന്ന് വരും. ദിസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 2π root 5 dt ദാറ്റ്സ് ഈക്വൽ ടു 2 root 5 into π എന്ന് വരും, അല്ലെ root 5 into 2π എന്ന് വരും. ഓക്കെ, ഇതൊരു തവണ മാത്രമേ അത് ട്രാവേഴ്സ് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ വന്നിരിക്കുന്നത്. ദെൻ സ്മൂത്ത് കർവ് എന്ന് വെച്ചാൽ a curve that is defined by a vector function r on a parameter interval I is said to be smooth if r dash of t is continuous and r dash of t not equal to 0 for all t in I with the possible exception of the n points. സോ നമുക്ക് r എന്ന് പറയുന്നത് ഒരു സ്മൂത്ത് ഫംഗ്ഷൻ ആണെന്ന് പറയണമെങ്കിൽ r dash of t എന്തായിരിക്കണം, കണ്ടിന്യൂസ് ആയിരിക്കണം. r dash of t എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ആ പാരാമീറ്റർ ഇന്റർവെൽ അയക്കാത്തുള്ള എല്ലാ വാല്യൂസിനും എന്തായിരിക്കണം, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. വേണമെങ്കിൽ എൻഡ് പോയിന്റ്സിൽ ഇത് സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് പറയുന്നത്.
ഓക്കെ, ദെൻ ആർക്ക് ലെങ്ത് പാരാമീറ്റർ ആണ് പറയുന്നത്. ദ കർവ് സി ഡിസ്ക്രൈബ്ഡ് ബൈ ദി വെക്റ്റർ ഫംഗ്ഷൻ ആർ ഓഫ് ടി വിത്ത് പാരാമീറ്റർ ടി ഇൻ സം പാരാമീറ്റർ ഇന്റർവൽ ഐ ഈസ് സെഡ് ടു ബി പാരാമീറ്ററൈസ്ഡ് ബൈ ടി. എ കർവ് സി ക്യാൻ ഹാവ് മോർ ദാൻ വൺ പാരാമീറ്ററൈസേഷൻ. സോ നമുക്ക് ഒരു കർവിന് തന്നെ ഒന്നിൽ കൂടുതൽ പാരാമീറ്ററൈസേഷൻ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. യുണീക്ക് അല്ല പാരാമീറ്ററൈസേഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് നമുക്ക് r1 ഓഫ് ടി എന്ന് പറഞ്ഞിട്ട് r1 ഓഫ് ടി ഈക്വൽ ടു 2 കോസ് ടി ഐ പ്ലസ് 3 സൈൻ ടി ജെ പ്ലസ് ടി കെ 2 പൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 പൈ എന്ന പാരാമീറ്ററൈസേഷൻ, അതൊരു പാരാമീറ്ററൈസേഷൻ ആണ്. സിമിലർലി ഈ ഒരു കർവിന്റെ പാരാമീറ്ററൈസേഷൻ ആണ് എന്തെന്ന് പറയുന്നത് r2 ഓഫ് ടി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ പാരാമീറ്ററൈസേഷൻ എന്ന് പറയുന്നത് എന്തല്ല, യുണീക്ക് അല്ലെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ കുറിച്ചാണ് പറയുന്നത്. സോ സപ്പോസ് ദാറ്റ് സി ഈസ് എ സ്മൂത്ത് കർവ് ഡിസ്ക്രൈബ്ഡ് ബൈ ആർ ഓഫ് ടി. സോ സി എന്ന് പറയുന്നത് സ്മൂത്ത് കർവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻ ദി ഇന്റർവൽ എ ടു ബി. സോ നമുക്ക് ആ ഒരു ഇന്റർവെലിനകത്ത് എന്താണ് ആർ ഡാഷ് ഓഫ് ടി നോട്ട് ഈക്വൽ ടു 0 ആണ്, കണ്ടിന്യൂസ് ആണെന്ന് കിട്ടും. ഓക്കെ, ആയിരിക്കണം. അങ്ങനെ ആവുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത് സ്മൂത്ത് കർവ് എന്ന് പറയുന്നത്. ദെൻ the arc length function denote ചെയ്യുന്നത് s വെച്ചിട്ടാണ്, is defined by s of t equal to integral a to t mod r dash of u du എന്നാണ്. നമ്മളിവിടെ വേരിയബിൾ യു ആയിട്ട് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഇന്റഗ്രേഷൻ്റെ ഉള്ളിൽ, പുറമെ ടി ആയിരുന്നതുകൊണ്ട്. ഇവിടെ നമുക്ക് ഫംഗ്ഷൻ ടിയിലാണുള്ളത്. സോ നമ്മൾ ഇന്റഗ്രേഷൻ്റെ എൻഡ് പോയിന്റ് എന്ന് പറയുന്നത് എന്ത് വെച്ച് കൊടുത്തു, ടി വെച്ചാണ് കൊടുത്തത്. അതുകൊണ്ടാണ് ഇന്റഗ്രേഷൻ്റെ ഉള്ളിലുള്ള വേരിയബിൾ നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് എന്താക്കി കൊടുത്തിരിക്കുന്നത്, യു ആക്കി കൊടുത്തിരിക്കുന്നത്. അതിലൊന്നും ആരും ഡൗട്ട് വിചാരിക്കേണ്ട. ഓക്കെ, സോ ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ആർക്ക് ലെങ്ത് എന്ന് വെച്ചാൽ എന്താണ്, ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് ഇന്റഗ്രൽ എ ടു ബി മോഡ് ആർ ഡാഷ് ഓഫ് യു ഇൻറ്റു ഡി യു ആണ്. സോ ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എസ് ഓഫ് ടി ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ടി മോഡ് ആർ ഡാഷ് ഓഫ് യു ഡി യു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എ ടു ബി ആണ് ഇതിന്റെ ഡൊമൈൻ വന്നിരിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ A1 A2 എന്ന് പറഞ്ഞിട്ട് ഈ എ ബി എന്ന് പറയുന്ന ഇന്റർവെലിനകത്തുള്ള ഈച്ച് ആൻഡ് എവറി പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അതെന്തായിരിക്കും ആ വാല്യൂ എന്ന് പറയുന്നത്, ഇപ്പൊ A0 എന്ന് പറയുന്നത് സി എന്ന് പറയുന്നത് സ്മോൾ സി എന്ന് പറയുന്ന ഒരു സി എ ബിക്ക് ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എസ് ഓഫ് സി എന്ന് പറയുന്നത് എന്തായിരിക്കും, എ മുതൽ സി വരെയുള്ള ആ ഒരു കർവിന്റെ എന്താണ് ലെങ്ത് ആണ്, ആർക്ക് ലെങ്ത് ആണ്. ഓക്കെ, അപ്പം അതാണ് ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദി ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ എസ് ഓഫ് ടി ഫോർ ദി സർക്കിൾ സി ഇൻ ദ പ്ലെയിൻ ഡിസ്ക്രൈബ്ഡ് ബൈ ആർ ഓഫ് ടി ഈക്വൽ ടു 2 കോസ് ടി ഐ പ്ലസ് 2 സൈൻ ടി ജെ വർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 പൈ എന്നാണ് തന്നിരിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആർ ഡാഷ് ഓഫ് ടി ആണ്. സോ ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു സിംപ്ലി വി ക്യാൻ കാൽക്കുലേറ്റ് ഇറ്റ് ആസ് -2 സൈൻ ടി ഐ പ്ലസ് 2 കോസ് ടി ജെ. സോ ആർ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് ഇതാണ്. ദെൻ ഇതിന്റെ ലെങ്ത് കണ്ടു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്, സ്ക്വയർ റൂട്ട് ഓഫ് ഇതിന്റെ സ്ക്വയേഴ്സ് -2 സൈൻ ടി ഹോൾ സ്ക്വയർ പ്ലസ് 2 കോസ് ടി ഹോൾ സ്ക്വയർ. ഇതപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, ഇവിടെ 4 സൈൻ സ്ക്വയർ ടിയും 4 കോസ് സ്ക്വയർ ടിയും വരും. സോ 4 ഔട്ട് സൈഡിലേക്ക് എടുത്താൽ √4 വരും. സോ മോഡ് ആർ ഡാഷ് ഓഫ് യു എന്ന് പറയുന്നത് എന്ത് വരും, 2 വരും. സോ നമുക്ക് എസ് ഓഫ് ടി എന്ന് പറയുന്നത് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, എസ് ഓഫ് ടി എന്ന് പറയുന്നത് ഇന്റഗ്രൽ എ ടു ടി മോഡ് ആർ ഡാഷ് ഓഫ് യു ഡി യു എന്നാണ്. സോ എസ് ഓഫ് ടി ഈക്വൽ ടു എ എന്ന് പറയുന്നത് 0 ആണ്, ഇന്റഗ്രൽ 0 ടു ടി 2 ഇൻറ്റു ഡി യു എന്ന് വരും. ദിസ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ടി എന്ന് കിട്ടും. സോ എസ് ഓഫ് ടി ഈക്വൽ ടു നമുക്ക് എന്താണ് 2t കിട്ടി, അല്ലെങ്കിൽ എസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം 2t എന്ന് പറയാം. സിമിലർലി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഒന്ന് മറിച്ചിട്ടാൽ നമുക്ക് ടി ഈക്വൽ ടു എസ് ബൈ 2 എന്ന് കിട്ടും. അപ്പം ടീനെ നമ്മൾ എന്തായി എസിന്റെ ഒരു ഫംഗ്ഷനിലേക്ക് മാറ്റി എഴുതി. സോ ആർ ഓഫ് ടി എന്ന് പറയുന്നത് ആർ ഓഫ് ടി ഓഫ് എസ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം, ടിക്ക് പകരം എസിനകത്തുള്ള ആ ഒരു ഫംഗ്ഷൻ കൊടുക്കുക. ടി ഈക്വൽ ടു എസ് ബൈ 2 ആണല്ലോ. സോ ആർ ഓഫ് ടി ഓഫ് എസ് ഇസ് ഈക്വൽ ടു 2 cos of s by 2 I plus 2 sin of s by 2 j. Finally, since s of 0 equal to 0 and s of 2 pi equal to 4 pi,
we see that the parameter interval for this parameterization by the arc length s is 0, 4 pi. കാരണം s of 0 എന്ന് പറയുന്നത് ഇവിടെ t varies from 0 to 2 pi ആയതുകൊണ്ട് s varies from എന്താണ്, s varies from s എന്ന് പറയുന്നത് t 0 ആവുമ്പോൾ s 0 ആവും, t 2 pi ആവുമ്പോൾ s 4 pi ആവും. സോ 0 to 2 pi വരെ t വേരി ചെയ്യുമ്പോൾ 0 to 4 pi വരെയാണ് എന്ത് വേരി ചെയ്യുന്നത്, s വേരി ചെയ്യുന്നത്. സോ ആ ഒരു പാരാമെട്രൈസേഷൻ്റെ പാരാമീറ്റർ ഇൻ്റർവൽ എന്ന് പറയുന്നത് എന്താണ്, 0 to 4 pi ആണ്. സോ ഇതാണ് എന്തെന്ന് പറയുന്നത്, ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. ദെൻ നമ്മളൊരു എഗെയിൻ ഒരു പാരാമെട്രൈസേഷനും കൂടി കണ്ടുപിടിച്ചു. ഓക്കെ, നെക്സ്റ്റ് ഈസ് കർവേച്ചർ. സി എന്ന് പറയുന്ന ഒരു സ്മൂത്ത് ഫംഗ്ഷൻ ആണെങ്കിൽ അറ്റ് എസ്സിൽ കർവേച്ചർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് കാപ്പ ഓഫ് എസ് ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ കെ ഓഫ് എസ് ഇസ് ഈക്വൽ ടു എന്താണ്, ഡി ടി ബൈ ഡി എസ്, മോഡ് ഡി ടി ബൈ ഡി എസ് ദാറ്റ്സ് ഈക്വൽ ടു മോഡ് ടി ഡാഷ് ഓഫ് എസ് ആണ്. ടി എന്ന് പറയുന്നത് യൂണിറ്റ് ടാൻജന്റ് വെക്ടർ ആണ്, ടാൻജന്റ് വെക്ടർ അല്ല, യൂണിറ്റ് ടാൻജന്റ് വെക്ടർ. സോ അതിൻ്റെ ആ ഒരു ആർ ഡാഷ് ഓഫ് ടിയുടെ ലെങ്ത് വെച്ച് ഡിവൈഡ് ചെയ്തിരിക്കുന്ന വെക്ടർ ആണ് ടി എന്ന് പറയുന്നത്. ഓക്കെ, ഈ കെ ഓഫ് ടീനെ നമുക്ക് കെ ഓഫ് എസ് എന്ന് പറയുമ്പോൾ നമ്മൾ ലെങ്ത് ഓഫ് ഡി ടി ബൈ ഡി എസ് എന്ന് പറഞ്ഞു. കെ ഓഫ് ടി എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാം, മോഡ് ടി ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ മോഡ് ആർ ഡാഷ് ഓഫ് ടി എന്ന് എഴുതാം. ദെൻ ഇതൊരു തിയറം ആണ്. ഈ തിയറം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ ഒരു സെക്ഷനകത്ത് നിങ്ങൾക്ക് തിയറം പ്രൂഫ് കുറവാണ്. സോ ഉള്ള തിയറംസും പ്രൂഫും എന്തായാലും മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. സോ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദിസ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ലെറ്റ് സി ബി എ സ്മൂത്ത് കർവ് ഗിവൺ ബൈ ദി വെക്റ്റർ ഫംഗ്ഷൻ ആർ, then the curvature of C at any point on C corresponding to T is given by kappa of T equal to mod R dash of T cross R double dash of T divided by mod R dash of T cube. സോ നമുക്ക് കാപ്പ ഓഫ് ടി കാണാനുള്ള ആ ഒരു കർവേച്ചർ കാണാനുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണെന്നാണ് തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് എന്ത് കാണണം, യൂണിറ്റ് ടാൻജന്റ് വെക്ടർ കാണാം. ഇവിടെ നമുക്ക് എന്ത് കണ്ടാൽ മതി, ആർ ഡാഷ് ഓഫ് ടി, ആറ് തരുമ്പോൾ തന്നെ നമുക്ക് ആർ ഡാഷ് ഓഫ് ടിയും ആർ ഡബിൾ ഡാഷ് ഓഫ് ടിയും കണ്ടിട്ട് നമുക്ക് കാപ്പ കണ്ടുപിടിക്കാം എന്നാണ് പറയുന്നത്. സോ നമുക്ക് ഓൾറെഡി ടി ഓഫ് ടി എന്ന് പറയുന്നത് യൂണിറ്റ് ടാൻജന്റ് വെക്ടർ ഈക്വൽ ടു ആർ ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ ഇറ്റ്സ് ലെങ്ത് എന്നുണ്ട്. ആർ ഡാഷ് ഓഫ് ടി, മോഡ് ആർ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്, മോഡ് ആർ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് ഡി എസ് ബൈ ഡി ടി ആണ്. മോഡ് ആർ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് ദിസ് ഇസ് ഈക്വൽ ടു ഡി എസ് ബൈ ഡി ടി ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ടി ഓഫ് ടി ഈക്വൽ ടു ആർ ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ ഡി എസ് ബൈ ഡി ടി എന്ന് കൊടുക്കാം. ദെൻ നമുക്ക് ഈ ഡി എസ് ബൈ ഡി ടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ എന്ത് കിട്ടും, ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു ഡി എസ് ബൈ ഡി ടി ഇൻറ്റു ടി ഓഫ് ടി എന്ന് കിട്ടും. സോ നമുക്ക് ആർ ഡാഷ് ഓഫ് ടി കിട്ടിയതുകൊണ്ട് അതിനകത്ത് നമുക്ക് ആർ ഡബിൾ ഡാഷ് ഓഫ് ടി നമുക്ക് കാണാം. ആർ ഡബിൾ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു എന്താണ്, ഡി സ്ക്വയർ എസ് ബൈ ഡി ടി സ്ക്വയർ ടി ഓഫ് ടി പ്ലസ് ഡി എസ് ബൈ ഡി ടി ടി ഡാഷ് ഓഫ് ടി എന്ന് വരും. നെക്സ്റ്റ് വി യൂസ് ദ ഫാക്ട് ദാറ്റ് ടി ക്രോസ് ടി ഈക്വൽ ടു 0. സോ നമുക്ക് ടി ക്രോസ് ടി ഈക്വൽ ടു 0 എന്നുള്ള കൺസെപ്റ്റ് ഐഡിയ ആണ് നമ്മളിനി യൂസ് ചെയ്യാൻ പോകുന്നത്. ആർ ഡാഷ് ഓഫ് ടി ക്രോസ് ആർ ഡബിൾ ഡാഷ് ഓഫ് ടി എന്ന് പറയുമ്പോൾ എന്താണ്, ആർ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് ഡി എസ് ബൈ ഡി ടി ടി ഓഫ് ടി ആണ്. ഡി എസ് ബൈ ഡി ടി ടി ഓഫ് ടി ക്രോസ് എന്താണ്, ആർ ഡബിൾ ഡാഷ് ഓഫ് ടി. ആർ ഡബിൾ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് ഇതാണ്. സോ നമുക്ക് എന്ത് കിട്ടും, ഡി എസ് ബൈ ഡി ടി ടി ഓഫ് ടി ക്രോസ് എന്ത് വരും, ഈ ടേം വരും, ഡി സ്ക്വയർ എസ് ബൈ ഡി ടി സ്ക്വയർ ടി പ്ലസ് ഡി എസ് ബൈ ടി ഡാഷ് എന്ന് വരും. ഇവിടെ ഒരു ടി ഡാഷ് ഉണ്ട്. ഓക്കെ, സോ നമുക്ക് ഇത് ഉള്ളിലേക്ക് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക, ഡി എസ് ബൈ ഡി ടി, ഇവിടെ എന്താണ് ഡി എസ് ബൈ ഡി ടി ഡി സ്ക്വയർ എസ് ബൈ ഡി ടി സ്ക്വയർ ടി ക്രോസ് ടി എന്ന് വരും. ടി ക്രോസ് ടി ഈക്വൽ ടു 0 ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ആ ഒരു ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താ, ഇപ്പോൾ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് 0 ആണ് കിട്ടുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഡി എസ് ബൈ ഡി ടി ടി ക്രോസ് ടി ഡാഷ് വരും. സോ നമുക്ക് ഡി എസ് ബൈ ഡി ടി ഹോൾ സ്ക്വയർ
ഓൾ സ്ക്വയർ ഇൻറ്റു ടി ക്രോസ് ടി ഡാഷ് എന്ന് വരും. ടി എന്ന് പറയുന്നത് എന്താണ്? യൂണിറ്റ് ടാൻജന്റ് വെക്ടർ ആണ്. ദർഫോർ മോഡ് ടി ഓഫ് ടി ഈക്വൽ ടു എന്താണ്? അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 1 ആയിരിക്കും ഫോർ ഓൾ ടി. സോ മോഡ് ടി ഓഫ് ടി എന്ന് പറയുന്നത് 1 ആണ് ഫോർ ഓൾ ടി. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് കോൺസ്റ്റന്റ് ലെങ്ത് ആണെങ്കിൽ വി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ലെങ്ത് ആണെങ്കിൽ വി ഡോട്ട് വി ഡാഷ് ഈക്വൽ ടു 0 എന്ന് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഒരു എക്സാമ്പിളിൽ. സോ മോഡ് ടി ഓഫ് ടി ഈക്വൽ ടു 1 ഫോർ ഓൾ ടി ഇംപ്ലൈസ് ദാറ്റ് ടി ഓഫ് ടി ആൻഡ് ടി ഡാഷ് ഓഫ് ടി ആർ ഓർത്തോഗണൽ. സോ നമുക്ക് മോഡ് ആർ ഡാഷ് ഓഫ് ടി ക്രോസ് ആർ ഡബിൾ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്താണിത്? ഇതാണ് ഇതിന്റെ മോഡുലസ് എന്ന് പറയുമ്പോൾ ഡി എസ് ബൈ ഡി ടി സ്ക്വയർ ഇൻറ്റു മോഡുലസ് ഓഫ് ടി ക്രോസ് ടി ഡാഷ് ഓഫ് ടി. ദിസ് ഇസ് ഈക്വൽ ടു ഡി എസ് ബൈ ഡി ടി സ്ക്വയർ ഇൻറ്റു മോഡുലസ് ഓഫ് ടി ഇൻറ്റു മോഡുലസ് ഓഫ് ടി ഡാഷ് ഓഫ് ടി. സോ മോഡ് ടി ഓഫ് ടി എന്താണ്? 1 ആണ്. Therefore this is equal to ds by dt whole square into mod t dash of t. സോ നമുക്ക് ടി ഡാഷ് ഓഫ് ടി ഈക്വൽ ടു എന്ത് കിട്ടും? മോഡ് ആർ ഡാഷ് ഓഫ് ടി ക്രോസ് ആർ ഡബിൾ ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ ദിസ് ഡി എസ് ബൈ ഡി ടി ഓൾ സ്ക്വയർ എന്ന് വരും. ഡി എസ് ബൈ ഡി ടി ഈക്വൽ ടു എന്താണ്? ആർ ഡാഷ് ഓഫ് ടി ആണ്. ദർഫോർ മോഡ് ടി ഡാഷ് ഓഫ് ടി ഈക്വൽ ടു മോഡ് ആർ ഡാഷ് ഓഫ് ടി ക്രോസ് ആർ ഡബിൾ ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ മോഡ് ആർ ഡാഷ് ഓഫ് ടി സ്ക്വയർ എന്ന് വരും. കാപ്പ ഓഫ് ടി ഈക്വൽ ടു എന്താണ്? മോഡ് ടി ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ ആർ ഡാഷ് ഓഫ് ടി ആണ്. മോഡ് ടി ഡാഷ് ഓഫ് ടി ഇതാണെന്ന് തന്നിട്ടുണ്ട്. സോ ദിസ് ഇസ് ഡിവൈഡഡ് ബൈ ആർ ഡാഷ് ഓഫ് ടി ആണെന്ന് പറയുന്നത് കാപ്പ ഓഫ് ടി എന്ന് പറയുന്നത്. മോഡുലസ് ഉണ്ട് ഇവിടെ. സോ ദിസ് ഇസ് ഈക്വൽ ടു എന്ത് വരും? മോഡ് ആർ ഡാഷ് ഓഫ് ടി ക്രോസ് ആർ ഡബിൾ ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ മോഡ് ആർ ഡാഷ് ഓഫ് ടി ക്യൂബ് എന്ന് വരും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ കർവേച്ചർ പറയാണ്. If C is the graph of a twice differentiable function f, then the curvature at the point xy where y equal to f of x is given by എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനൊരു ഇക്വേഷൻ പറയുന്നുണ്ട്. കാപ്പ ഓഫ് എക്സ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് സ്ക്വയർ ഓൾ റേസ് ടു 3/2. അങ്ങനെ ഒരു ഫോമാറ്റിലാണ് കാപ്പ ഓഫ് എക്സ് വരുവാന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ നമ്മൾ ആകെ ചെയ്തു വെക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് തന്നിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ പാരാമീറ്റർ എന്ന് പറയുന്നത് എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എക്സ് തന്നെ, വൈ എന്ന് പറയുന്നത് നമുക്ക് എഫ് ഓഫ് എക്സ് കൊടുക്കാം. സെഡ് ഇവിടെ 0 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ആർ ഓഫ് ടി എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യാം. ആർ ഓഫ് ടി അല്ല, ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് എക്സ് ഐ പ്ലസ് എഫ് ഓഫ് എക്സ് ജെ പ്ലസ് 0k എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ദെൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? കാപ്പ ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓൾറെഡി കാപ്പ ഓഫ് ടിന്റെ ഫോർമുല നമ്മുടെ കയ്യിലുണ്ട്. അതിനകത്ത് നമ്മൾ ഈ ആർ ഓഫ് എക്സ് യൂസ് ചെയ്തിട്ട് ചെയ്താൽ മതി. എന്ന് വെച്ചാൽ കാപ്പ ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് ആർ ഡാഷ് ഓഫ് എക്സ് ക്രോസ് ആർ ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ആർ ഡാഷ് ഓഫ് എക്സ് ഹോൾ ക്യൂബ് മോഡ് ആർ ഡാഷ് ഓഫ് എക്സ് ഹോൾ ക്യൂബ്. സോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഈ ഒരു പറഞ്ഞിരിക്കുന്ന ഫോർമുലയിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഇനി നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് പറയുന്നത്. സപ്പോസ് ദാറ്റ് സി ഈസ് എ പ്ലെയിൻ കർവ് വിത്ത് കർവേച്ചർ കാപ്പ അറ്റ് ദി പോയിന്റ് പി, then the reciprocal of the curvature rho equal to 1 by kappa is called the radius of curvature of C at P. So 1 by kappa നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കർവേച്ചർ എന്ന് വിളിക്കുന്നത്. The radius of curvature at any point P on a curve C is the radius of the circle that best fits the curve at that point. സോ നമുക്ക് അതെന്തായിട്ടും കണക്കാക്കാം? അവിടെയുള്ള അതിന് ഫിറ്റ് ചെയ്യുന്ന ഒരു സർക്കിളിന്റെ റേഡിയസ് ആയിട്ടും കണക്കാക്കാം. നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ ആണ്. സോ നമ്മൾ ഇത്രയും നേരം ഡിഫറൻസിയേഷൻ, ഇൻ്റഗ്രേഷൻ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുമായിട്ട് റിലേറ്റഡ് ആണ് എന്തെന്ന് പറയുന്നത് അതിൻ്റെ ഒരു അപ്ലിക്കേഷൻ എന്നുള്ള രീതിക്ക് ഈ വെലോസിറ്റി ആക്സലറേഷനൊക്കെ നമുക്ക് പറയാം. ആർ ഓഫ് ടി എന്ന് പറയുന്നത് ആർ ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് ടി ഐ പ്ലസ് ജി ഓഫ് ടി ജെ പ്ലസ് എച്ച് ഓഫ് ടി കെ
പൊസിഷൻ വെക്റ്റർ ആണെങ്കിൽ, ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ വെക്റ്റർ ആണ് ആർ ഓഫ് ടി എങ്കിൽ ഇവിടെ എഫും ജിയും എച്ചും ഒക്കെ കണ്ടിന്യൂസ് ഡിഫറൻഷ്യബിൾ, ട്വൈസ് ഡിഫറൻഷ്യബിൾ ഫങ്ഷൻസ് ആയിരിക്കണം. ദെൻ വെലോസിറ്റി വെക്റ്റർ, അതിനെ നമ്മൾ വി ഓഫ് ടി എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ആക്സിലറേഷൻ വെക്റ്റർ എ ഓഫ് ടി എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ദെൻ സ്പീഡ് എന്ന് പറയുന്നത് ഡിറ്റർമിനൻ്റ് ഓഫ് വി ഓഫ് ടി. ഓക്കെ, സോ മോഡുലസ് ഓഫ് വി ഓഫ് ടി. സോ ഈ വെലോസിറ്റി വെക്ടറും ആക്സിലറേഷൻ വെക്ടറും സ്പീഡൊക്കെ എന്ന് പറയുന്നത് എന്താണ്, എങ്ങനെയാണ് അത് കിട്ടുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. സോ നമുക്ക് ആർ ഓഫ് ടി എന്നൊരു ഫങ്ഷൻ ഉണ്ട്, വെക്റ്റർ വാല്യൂഡ് ഫങ്ഷൻ ഉണ്ട് നമുക്ക് ആർ ഓഫ് ടി എന്ന് പറയുന്നത്. സോ വി ഓഫ് ടി എന്ന് പറയുന്ന വെലോസിറ്റി വെക്ടർ എന്താണ്, വി ഓഫ് ടി ഈക്വൽ ടു ആർ ഡാഷ് ഓഫ് ടി ആണ്. ഡെറിവേറ്റീവ് ഓഫ് ആർ ആണ്. ആറിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് വെലോസിറ്റി വെക്ടർ ആയിരിക്കും. സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ആക്സിലറേഷൻ വെക്ടർ ആയിരിക്കും. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത്, വെലോസിറ്റിയും ആക്സിലറേഷനും ഒക്കെ എന്ന് പറയുന്നത്. ആൻഡ് അഗെയിൻ ദി സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്, ഈ വി ഓഫ് ടിയുടെ ലെങ്ത് ആണ് എന്തെന്ന് പറയുന്നത്, സ്പീഡ് എന്ന് പറയുന്നത്. സോ റൂട്ട് ഓഫ് എഫ് ഡാഷ് ഓഫ് ടി സ്ക്വയർ പ്ലസ് ജി ഡാഷ് ഓഫ് ടി സ്ക്വയർ പ്ലസ് എച്ച് ഡാഷ് ഓഫ് ടി സ്ക്വയർ ആയിരിക്കും. നെക്സ്റ്റ് എക്സാമ്പിൾ, the position of an object moving in a plane is given by r of t equal to t square I plus tj where t greater than or equal to 0. Find its velocity, acceleration and speed when t equal to 2. So നമുക്ക് പൊസിഷൻ വെക്റ്റർ ഇവിടെ തന്നിട്ടുണ്ട്. ദെൻ നമുക്ക് വെലോസിറ്റി കാണണം, ആക്സിലറേഷൻ കാണണം, സ്പീഡ് കാണണം. വെൻ ടി ഈക്വൽ ടു 2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ആദ്യം ആർ ഡാഷ് ഓഫ് ടി കാണണം, ആർ ഡബിൾ ഡാഷ് ഓഫ് ടി കാണണം, ദെൻ സ്പീഡ് കാണണം. സോ അറ്റ് ടി ഈക്വൽ ടു 2 ഇതിൻ്റെയൊക്കെ വാല്യൂസ് കണ്ടുപിടിക്കാം. സോ നമുക്ക് വെലോസിറ്റി വെക്റ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ആർ ഡാഷ് ഓഫ് ടി. ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ടി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2t. സോ 2ti പ്ലസ് ടിയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1. സോ 1 ഇൻറ്റു ജെ കിട്ടും. സോ വെലോസിറ്റി വെക്റ്റർ ഈസ് വി ഓഫ് ടി ഈക്വൽ ടു 2ti പ്ലസ് ജെ. ആൻഡ് എ ഓഫ് ടി എന്ന് പറയുന്നത് ഈ ആർ ഡാഷ് ഓഫ് ടീനെ ഒന്നുകൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. സോ 2t എന്ന് പറയുന്നത് എന്താവും, 2 ആവും. സോ 2i പ്ലസ് 1 എന്ന് പറയുന്നതിൻ്റെ ഡെറിവേറ്റീവ് 0 വരും. സോ 0j എന്നാണ് വരിക. ദെർഫോർ ആക്സിലറേഷൻ വെക്റ്റർ ഈക്വൽ ടു 2i ആണ്. ദെൻ അറ്റ് ടി ഈക്വൽ ടു 2 നമുക്കിതൊക്കെ കണ്ടുപിടിക്കേണ്ടത്. സോ വി ഓഫ് 2 ഈക്വൽ ടു എന്തായിരിക്കും, 4i പ്ലസ് ജെ ആയിരിക്കും. എ ഓഫ് 2 ഈക്വൽ ടു എന്തായിരിക്കും, 2i തന്നെയായിരിക്കും. കാരണം അവിടെ ഫങ്ഷനിൽ ടിയുടെ വേരിയബിൾ ഇൻക്ലൂഡഡ് അല്ല. സോ 2i തന്നെയായിരിക്കും. ദെൻ നമുക്ക് വി ഓഫ് 2 അതിൻ്റെ ലെങ്ത് കാണണം. ഓക്കെ, സോ നമുക്ക് 4i പ്ലസ് ജെയുടെ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്, മോഡ് വി ഓഫ് 2 ഈക്വൽ ടു റൂട്ട് 4 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ദാറ്റ് ഈസ് റൂട്ട് 17. സോ നമുക്ക് സ്പീഡ് എന്ന് പറയുന്നത് എന്ത് കിട്ടി, റൂട്ട് 17 കിട്ടി. സോ നമ്മൾ ആക്സിലറേഷൻ വെക്ടർ കണ്ടു, വെലോസിറ്റി വെക്ടർ കണ്ടു, സ്പീഡും കണ്ടു. നെക്സ്റ്റ്, മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ. A projectile of mass m is fired from a height h with an initial velocity v0 and an angle of elevation alpha. If we describe the position of the projectile at any time t by the position vector r of t, then its initial position may be described by the vector r of 0 equal to hj and its initial velocity by the vector v of 0 equal to v0, that's equal to v0 cos alpha I plus v0 sin alpha j, v0 equal to മോഡ് v0. സോ നമുക്ക് ഈ പിക്ചറിനകത്ത് ഇതാണ് ആൽഫ എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു ആംഗിൾ എന്ന് പറയുന്ന ആൽഫ ഇതാണ്. ആ ഒരു സോ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു h ഹൈറ്റിൽ നിന്നാണ് നമ്മളത് ഫയർ ചെയ്യുന്നത്.
സോ ഇതാണ് ഈ മോഷനെയാണ് നമ്മൾ പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്നത്. ഇഫ് വി അസ്യൂം ദാറ്റ്, അപ്പം നമുക്കിത് ഇവിടെ എയറിൻ്റെ റെസിസ്റ്റൻസ് ഉണ്ടോ അതൊക്കെ ആയിട്ട് ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ഇഫ് വി അസ്യൂം ദാറ്റ് എയർ റെസിസ്റ്റൻസ് ഈസ് നെഗ്ലിജിബിൾ ആൻഡ് ദാറ്റ് ദ ഓൺലി എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദി പ്രൊജക്ടൈൽ ഈസ് ഡ്യൂ ടു ഗ്രാവിറ്റി, then the force acting on the projectile during its flight is F equal to minus mgj, where g is the acceleration due to gravity. So g എന്ന് പറയുന്നത് എന്താണ് ഇവിടെ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ബൈ ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ദിസ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു എം എ. എഫ് ഈക്വൽ ടു എം എ എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് ന്യൂട്ടൺ സെക്കൻഡ് ലോ പറയുന്നത്. വെർ എ ഇസ് ദ ആക്സിലറേഷൻ ഓഫ് ദി പ്രൊജക്ടൈൽ. സോ നമുക്ക് എന്ത് ചെയ്യാം? എഫ് ഈക്വൽ ടു മൈനസ് എം ജി ജെ ഉണ്ട്, എഫ് ഈക്വൽ ടു എം എ ഉണ്ട്. ദർഫോർ എം എ ഈക്വൽ ടു മൈനസ് എം ജി ജെ. സോ എം ക്യാൻസൽ ചെയ്യുമ്പോൾ വി ഗെറ്റ് എ ഓഫ് ടി ഈക്വൽ ടു മൈനസ് ജി ജെ. ടു ഫൈൻഡ് ദ വെലോസിറ്റി, സോ നമുക്ക് ആക്സിലറേഷൻ കിട്ടി. ടു ഫൈൻഡ് ദ വെലോസിറ്റി ഓഫ് ദി പ്രൊജക്ടൈൽ അറ്റ് എനി ടൈം ടി വി ഇൻ്റഗ്രേറ്റ് ദ ലാസ്റ്റ് ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു ടി ടു ഒബ്റ്റെയിൻ. സോ നമുക്ക് വെലോസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ്? വെലോസിറ്റിയുടെ ഡെറിവേറ്റീവ് ആണ് എന്തെന്ന് പറയുന്നത്? ആക്സിലറേഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് ആക്സിലറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഒന്ന് എന്ത് ചെയ്താൽ മതി? ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി വെലോസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. Therefore we have v of t equal to integral a of t dt, that's equal to integral minus gj dt. So ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ this is equal to minus gtj plus c. നമ്മൾ എന്താണ് ഇൻ്റർവെല് പറയാത്തതുകൊണ്ട് ഇൻഡെഫിനിറ്റ് ആയതുകൊണ്ട് നമ്മൾ പ്ലസ് സി ചെയ്തു. സോ നമ്മൾ v of 0 t equal to 0 പുട്ട് ചെയ്യുകയാണെങ്കിൽ v of 0 equal to v naught എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമുക്ക് ഓൾറെഡി ഉണ്ട്. സോ v of 0 equal to v naught ആയതുകൊണ്ട് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ദിസ് ഇസ് 0, ഇത് 0 ആകും. സോ v of 0 equal to c എന്നും വരും. ഓൾറെഡി v of 0 equal to v naught ഉണ്ട്. therefore c equal to v naught എന്ന് കിട്ടും. സോ നമ്മൾ എന്ത് ചെയ്തു? v of t equal to മൈനസ് ജി ടി ജെ പ്ലസ് v naught എന്ന് എഴുതി. ദെൻ ഇത് വെലോസിറ്റി ആണ്. വെലോസിറ്റി ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൊസിഷൻ വെക്ടർ കിട്ടും. സോ r of t equal to integral v of t dt. So this is equal to integral minus gtj plus v naught dt. This is equal to എന്താണ്? മൈനസ് ജി ടി സ്ക്വയർ ബൈ 2. ദാറ്റ് മീൻസ് ഹാഫ് ജി ടി സ്ക്വയർ ജെ പ്ലസ് വി നോട്ട് ടി പ്ലസ് ഡി. ഡി ഈസ് എ കോൺസ്റ്റൻറ്റ്. സോ എഗെയിൻ നമ്മൾ ടി ഈക്വൽ ടു 0 കണ്ടീഷൻ അപ്ലൈ ചെയ്താൽ ആർ ഓഫ് 0 ഈക്വൽ ടു നമുക്ക് എന്താണ് കിട്ടുക? ഇത് 0 ആവും, ഇത് 0 ആവും. സോ ആർ ഓഫ് 0 ഈക്വൽ ടു ഡി എന്ന് കിട്ടും. ഓൾറെഡി നമ്മൾ മുന്നേ പറഞ്ഞു വെച്ചിരിക്കുന്നത് ആർ ഓഫ് 0 ഈക്വൽ ടു എച്ച് ജെ എന്നാണ്. സോ നമുക്ക് എന്ത് പറയാം? ഡി ഈക്വൽ ടു എച്ച് ജെ ആണെന്ന് പറയാം. സോ ഡി ഈക്വൽ ടു എച്ച് ജെ ആയതുകൊണ്ട് അത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആർ ഓഫ് ടി ഈക്വൽ ടു മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ ജെ പ്ലസ് വി നോട്ട് ടി പ്ലസ് എച്ച് ജെ എന്ന് കിട്ടും. സോ നമ്മളുടെ ആ ഒരു പ്രൊജക്ടൈൽ മോഷൻ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഇതാണെന്ന് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? ആർ ഓഫ് ടി ഈക്വൽ ടു മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ ജെ പ്ലസ് വി നോട്ട് കോസ് ആൽഫ ഐ പ്ലസ് വി നോട്ട് സൈൻ ആൽഫ ജെ ടി പ്ലസ് എച്ച് ജെ എന്ന് എഴുതാൻ പറ്റും. ഇതെല്ലാം കൂടി ജെയിൻ്റെ കോർഡിനേറ്റ് ഒക്കെ ഒരുമിച്ച് എഴുതുക. അതിൻ്റെ കോർഡിനേറ്റ് ഒക്കെ ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ ദിസ് ഇസ് ഈക്വൽ ടു വി നോട്ട് കോസ് ആൽഫ ടി ഐ പ്ലസ് എച്ച് പ്ലസ് വി നോട്ട് സൈൻ ആൽഫ ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ ജെ എന്ന് കിട്ടും. നെക്സ്റ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് സെക്ഷൻ, ഈ ഒരു 4th മൊഡ്യൂളിലെ ലാസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ടാൻജൻഷ്യൽ ആൻഡ് നോർമൽ കമ്പോണൻസ് ഓഫ് ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ്റെ ടാൻജൻഷ്യലും നോർമൽ കമ്പോണൻസും ആണ്. Unit normal. Suppose that C is a smooth space curve described by the vector function r of t, then t of t equal to r dash of t divided by mod r dash of t when r dash of t not equal to 0 is the unit tangent vector to the curve C at the point corresponding to t. ഇത് നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ് യൂണിറ്റ് ടാൻജൻറ്റ് വെക്റ്റർ എന്ന് പറയുന്നത്. സോ ഇവിടെ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും ഫോർ എവറി t. Then the vector t dash of t is orthogonal to t of t. അത് നമ്മൾ മുന്നേ ആ ഒരു കോൺസ്റ്റൻറ്റ് ലെങ്ത് വരുന്ന കേസിൽ പറഞ്ഞിരിക്കുന്നതാണ്. Therefore, if r dash is also smooth, we can normalize t dash of t to obtain a unit vector that is orthogonal to t of t. This vector n of t equal to t dash of t by length of t dash of t mod t dash of t is called the principal unit normal vector to the curve C at the point corresponding to t. നമുക്കിവിടെ ടി ഓഫ് ടി എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടറാണ്.
ടി ഓഫ് ടി എന്ന് പറയുന്നത് യൂണിറ്റ് ടാൻജന്റ് വെക്ടർ ആണ്. പക്ഷേ ടി ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് ടീന് എന്താണ്, ഓർത്തോഗണലാണ്, പെർപെൻഡിക്കുലർ ആണ്. പക്ഷെ ടി ഡാഷ് ഓഫ് ടി എന്താവണമെന്നില്ല, യൂണിറ്റ് വെക്ടർ ആവണമെന്നില്ല. അപ്പോൾ നമുക്ക് ഇതിനെ ഒരു യൂണിറ്റ് വെക്ടർ ആക്കി മാറ്റാം. അതാണ് എൻ ഓഫ് ടി എന്ന് പറയുന്നത്. ടി ഡാഷ് ഓഫ് ടീനെ ഒരു യൂണിറ്റ് വെക്ടർ ആക്കി മാറ്റിയതാണ് എൻ ഓഫ് ടി എന്ന് പറയുന്നത്. സോ എന്താണ്, ഈ ടിയും എന്നും എന്താണ്, പെർപെൻഡിക്കുലർ ആണ്. സോ ഈ എന്നിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, പ്രിൻസിപ്പൽ യൂണിറ്റ് നോർമൽ വെക്ടർ എന്ന് പറയുന്നത്. സോ നമുക്കിപ്പോൾ ഒരു ആർ ഓഫ് ടി തന്നു കഴിഞ്ഞിട്ട് നമ്മളോട് പ്രിൻസിപ്പൽ നോർമൽ വെക്ടർ, യൂണിറ്റ് നോർമൽ വെക്ടർ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു എൻ ഓഫ് ടി ആണ് കാണേണ്ടത്. സോ ഈ ഒരു ഇക്വേഷൻ, ഈ എൻ ഓഫ് ടിയുടെ ഇക്വേഷൻ, ടി ഓഫ് ടിയുടെ ഇക്വേഷൻ ഒക്കെ എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ചു വെക്കണം. ഈ ഒരു സെക്ഷനിൽ കുറേ ഇക്വേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ഇനി നമ്മൾ ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആണ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ് സി ബി ദി ഹെലിക്സ് ഡിഫൈൻഡ് ബൈ ആർ ഓഫ് ടി ഈക്വൽ ടു 2 cos t i plus 2 sin t j plus tk where t is greater than or equal to 0. Find t of t and n of t. സോ നമുക്ക് ആർ ഓഫ് ടി ആണ് തന്നത്, നമുക്ക് ആർ ഡാഷ് ഓഫ് ടി കാണണം. ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു -2 sin t i പ്ലസ് 2 cos t എന്ന് പറയുന്നത് -2 sin t, 2 sin t എന്ന് പറയുന്നത് 2 cos t, t എന്ന് പറയുന്നതിൻ്റെ ഡെറിവേറ്റീവ് 1. സോ ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു -2 sin t i പ്ലസ് 2 cos t j പ്ലസ് k. ആൻഡ് അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും, √4 sin square t പ്ലസ് 4 cos square t പ്ലസ് 1 ആയിരിക്കും. sin square tയും cos square tയും 4 ഔട്ട് സൈഡിൽ എടുത്താൽ 1 ആവും. സോ 4 + 1 √5 എന്ന് കിട്ടും. ദെൻ ടി ഓഫ് ടി ഈക്വൽ ടു എന്താണ്, ആർ ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ മോഡ് ആർ ഡാഷ് ഓഫ് ടി. സോ ദിസ് ഇസ് ഈക്വൽ ടു -2 sin t i പ്ലസ് 2 cos t j പ്ലസ് k ഡിവൈഡഡ് ബൈ √5 വരും. സോ ടി ഓഫ് ടി ഈക്വൽ ടു നമുക്ക് ഇതാണ് കിട്ടുന്നത്. ദെൻ അഗെയിൻ നമുക്ക് എന്ത് കാണണം, ടി ഓഫ് ടി കാണാൻ പറഞ്ഞിട്ടുണ്ട്, എൻ ഓഫ് ടിയും കാണാൻ പറഞ്ഞിട്ടുണ്ട്. സോ ടി ഓഫ് ടി നമുക്ക് കിട്ടി. ഇനി ടി ഡാഷ് ഓഫ് ടി കാണണം, അതിനെ അഗെയിൻ എന്ത് ചെയ്യണം, നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/√5 അങ്ങനെ വരും. -2 sin t എന്ന് പറയുമ്പം -2 cos t വരും. ദെൻ 2 cos t എന്ന് പറയുമ്പം -2 sin t വരും. സോ -2 രണ്ടിനകത്തും വരുമ്പോൾ അത് ഔട്ട് സൈഡിലേക്ക് എടുക്കുക. സോ ടി ഡാഷ് ഓഫ് ടി ഈക്വൽ ടു -2/√5 ഇൻറ്റു cos t i പ്ലസ് sin t j എന്ന് വരും. ഇവിടെ 1 ആയതുകൊണ്ട് അത് 0 ആയി പോകും. ദെർഫോർ കെക്ക് കോർഡിനേറ്റ് ഇല്ല ഇവിടെ. സോ മോഡ് ടി ഡാഷ് ഓഫ് ടി ഈക്വൽ ടു എന്തായിരിക്കും, ഇതിൻ്റെ സ്ക്വയർ √ ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ ഇൻറ്റു ആണ്, ഇവിടെ ഇൻറ്റു ആണ് വരുന്നത്. നമ്മൾ റൂട്ട് കാണുമ്പോൾ എങ്ങനെയാണ് വരിക, റൂട്ട് കാണുമ്പോൾ ഈ -2ൻ്റെ സ്ക്വയർ ഇൻറ്റു -2ൻ്റെ സ്ക്വയർ ഇൻറ്റു എന്താണ്, ഇൻറ്റു കോസിൻ്റെ സ്ക്വയർ പ്ലസ് സൈനിൻ്റെ സ്ക്വയർ. കോസ് സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ എന്തായിരിക്കും, 1 ആയിരിക്കും. സോ √ ഈ -2/√5ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 2/√5 തന്നെ വരും. സോ നമുക്ക് എന്ത് കിട്ടി, മോഡ് ടി ഡാഷ് ഓഫ് ടി ഈക്വൽ ടു 2/√5. നമ്മൾ എന്തുകൊണ്ടാണ് അത് മൈനസ് എടുക്കാഞ്ഞത്, ബിക്കോസ് ഇറ്റ് ഇസ് ലെങ്ത് ആയതുകൊണ്ടാണ് നമ്മളത് മൈനസ് എടുക്കാഞ്ഞത്. സോ നമുക്ക് എന്താണ് വരുന്നത്, എൻ ഓഫ് ടി എന്ന് പറയുന്നത് ടി ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ മോഡ് ടി ഡാഷ് ഓഫ് ടി ആണ്. സോ -2/√5 ഇൻറ്റു cos t i പ്ലസ് sin t j ഡിവൈഡഡ് ബൈ 2/√5 വരും. സോ 2/√5ഉം 2/√5ഉം ക്യാൻസൽ ആയി പോകും. സോ എൻ ഓഫ് ടി ഇസ് ഈക്വൽ ടു - cos t i പ്ലസ് sin t j എന്ന് വരും. സോ നമ്മൾ എൻ ഓഫ് ടിയും കണ്ടുപിടിച്ചു. സോ നമുക്ക് എൻ ഓഫ് ടിയും ടി ഓഫ് ടിയും ആയിരുന്നു കണ്ടുപിടിക്കാൻ പറഞ്ഞത്. എൻ ഓഫ് ടിയും കണ്ടുപിടിച്ചു, നമ്മൾ ടി ഓഫ് ടിയും കണ്ടുപിടിച്ചു. നെക്സ്റ്റ് ടാൻജൻഷ്യൽ ആൻഡ് നോർമൽ കമ്പോണൻസ് ഓഫ് ആക്സിലറേഷൻ. അപ്പോൾ ഇതാണ് ഈ സെക്ഷൻ്റെ മെയിൻ ഏരിയ എന്ന് പറയുന്നത്. ലെറ്റ്സ് റിട്ടേൺ ടു ദ സ്റ്റഡി ഓഫ് ദി മോഷൻ ഓഫ് എൻ ഒബ്ജക്ട് മൂവിങ് അലോങ് ദി കർവ് സി ഡിസ്ക്രൈബ്ഡ് ബൈ ദി vector function r defined on the parameter interval I. Recall that the speed v of the object at any time t is v equal to mod v of t, that's equal to mod r dash of t. But t എന്ന് പറയുന്നത് എന്താണ്, t equal to r dash of t divided by mod r dash of t ആണ്. So we can write v of t equal to r dash of t. r dash of t നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, mod r dash of t into t എന്ന് എഴുതാൻ പറ്റും. mod r dash of t എന്താണ്, v ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു vt എന്ന് എഴുതാൻ പറ്റും, which expresses the velocity of the object in terms of its speed and direction.
സോ നമ്മൾ അതിനെ സ്പീഡിൻ്റെയും ഡയറക്ഷൻ്റെയും ഫോമിലാണ് നമ്മൾ വെലോസിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ദ ആക്സിലറേഷൻ ഓഫ് ദി ഒബ്ജക്റ്റ് അറ്റ് ടൈം ടി ഈസ് എ ഈക്വൽ ടു എന്താണ് വെലോസിറ്റിയുടെ ഡെറിവേറ്റീവ്, ദാറ്റ്സ് ഡെറിവേറ്റീവ് ഓഫ് വി ടി. വെലോസിറ്റി ഓൾറെഡി നമുക്ക് വി ടി തന്നിട്ടുണ്ട്. സോ നമുക്ക് എന്ത് കിട്ടും, വി ഡാഷ് ടി പ്ലസ് വി ടി ഡാഷ് എന്ന് കിട്ടും. To obtain an expression for t dash, recall that n equal to t dash by mod t dash. n equal to t dash by mod t dash ആണല്ലോ. സോ t dash equal to എന്താണ്, mod t dash into n ആണ്. ഈ n-ൻ്റെ ഒരു ഫോം മാറിപ്പോയിട്ടുണ്ട്, ഈ n ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നൗ വി നീഡ് an expression for mod t dash. ബട്ട് കാപ്പ ഈക്വൽ ടു എന്താണ്, mod t dash ഡിവൈഡഡ് ബൈ mod r dash ആണ്. കാപ്പ എന്ന് പറയുന്നത് സിയുടെ കർവേച്ചർ ആണ്. This gives mod t dash equal to k into mod r dash. Sorry, kappa into mod r dash. Mod r dash എന്താണ്, mod r dash എന്ന് പറയുന്നത് v ആണ്. സോ നമുക്ക് കാപ്പ ഇൻറ്റു v എന്ന് കിട്ടും. സോ നമുക്ക് mod t dash എന്ന് പറയുന്നത് കാപ്പ ഇൻറ്റു v കിട്ടി, ഇത് കാപ്പ ഇൻറ്റു v കിട്ടി. സോ t dash ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും, കാപ്പ ഇൻറ്റു v ഇൻറ്റു എന്താണ് n ആണ്. സോ നമുക്ക് എന്ത് കിട്ടി, t ഡാഷിനൊരു ഇക്വേഷൻ കിട്ടി. സോ നമുക്ക് ടി ഡാഷിന് ഇക്വേഷൻ കിട്ടി. സോ നമുക്ക് ഈ ഒരു ഇക്വേഷനിലേക്ക് പോവാം. ആക്സിലറേഷൻ ഈക്വൽ ടു വി ഡാഷ് ടി പ്ലസ് ടി ഡാഷ് എന്താണ്, വി ഇൻറ്റു ടി ഡാഷ് എന്ന് പറയുന്നത് കെ ഇൻറ്റു വി ഇൻറ്റു എൻ. സോ കെ ഇൻറ്റു വി സ്ക്വയർ എൻ ആവും. സോ ആക്സിലറേഷൻ ഈക്വൽ ടു എന്ത് കിട്ടും, വി ഡാഷ് ടി പ്ലസ് കെ വി സ്ക്വയർ എൻ എന്ന് കിട്ടി. സോ നമുക്ക് ആക്സിലറേഷൻ്റെ ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ദിസ് റിസൾട്ട് ഷോസ് ദാറ്റ് the acceleration vector A can be resolved into the sum of two vectors, one along the tangential direction and the other along the normal direction. The magnitude of the acceleration along the tangential direction is called a tangential scalar component of acceleration and is denoted by a suffix t. Whereas the magnitude of the acceleration along the normal direction is called the normal scalar component of acceleration and is denoted by an. So നമുക്ക് a in acceleration എങ്ങനെ എഴുതാൻ പറ്റും, acceleration is equal to att plus ann എന്ന് എഴുതാൻ പറ്റും, where at equal to v dash and an equal to kv square. So next, the following theorem gives formulas for calculating AT and AN directly from R and its derivatives. So നമ്മുടെ ഈ ഒരു സെക്ഷൻ്റെ മെയിൻ എന്ന് പറയുന്നത് എന്താണ്, എ ടിയും എനെയും കുറിച്ച് പറയുക എന്നുള്ളതാണ്. ടാൻജൻഷ്യൽ ആൻഡ് നോർമൽ കമ്പോണൻസ് എന്നല്ലേ പറയുന്നത് ആക്സിലറേഷൻ്റെ. സോ എ ടിയും എനും ആണ് ഈ സെക്ഷൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. സോ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു തിയറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. Tangential and normal components of acceleration theorem പറയുന്നത് states that let r of t be the position vector of an object moving along a smooth curve C, then a equal to att plus ann. അത് നമ്മൾ മുന്നേ കണ്ടിരിക്കുന്നത്. where at equal to at-യുടെ an-ന്റെ ഇക്വേഷൻ ഇവിടെയാണ് പറയുന്നത്. at equal to r dash of t dot r double dash of t divided by mod r dash of t and an equal to r dash of t cross r double dash of t divided by mod r dash of t. സോ ഈ ഡോട്ടിലും ക്രോസിലും ആണ് നമുക്ക് എന്ത് വരുന്നത്, ഡിഫറൻസ് വരുന്നത്. സോ ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. വി ഡോട്ട് എ നമ്മൾ കൺസിഡർ ചെയ്യാം. വി എന്ന് പറയുന്നത് എന്താണ്, വി എന്ന് പറയുന്നത് വി ടി ആണ്, നമ്മൾ മുന്നേ എഴുതിയിട്ടുണ്ട്. എ എന്ന് പറയുന്നതിന് നമുക്ക് വി ഡാഷ് ടി പ്ലസ് കെ വി സ്ക്വയർ എൻ എന്ന് എഴുതാം. സോ അത് രണ്ടും കൂടി നമ്മൾ കൺസിഡർ ചെയ്താൽ വി ടി ഡോട്ട് വി ഡാഷ് ടി പ്ലസ് കെ വി സ്ക്വയർ എൻ എന്ന് കിട്ടും. സോ ദിസ് ഇസ് ഈക്വൽ ടു വി ഡാഷ് ടി ഡോട്ട് ടി പ്ലസ് വിയും വി ക്യൂബ് ആവും. സോ കാപ്പ വി ക്യൂബ് ടി ഡോട്ട് എൻ വരും. സോ നമുക്ക് ഇങ്ങനെ കിട്ടും, വി ഡാഷ് ടി ഡോട്ട് ടി പ്ലസ് കാപ്പ വി ക്യൂബ് ടി ഡോട്ട് എൻ എന്ന് കിട്ടും. സോ ടി എന്ന് പറയുന്നത് ടി ഡോട്ട് ടി എന്ന് പറഞ്ഞാൽ എന്താണ്, മോഡ് ടി സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു 1 ആണ്. കാരണം ടി എന്ന് പറയുന്നത് എന്താണ്, യൂണിറ്റ് ടാൻജൻറ്റ് വെക്ടർ ആണ്. സോ മോഡ് ടി ഈക്വൽ ടു 1 ആയതുകൊണ്ട് നമുക്കിവിടെ 1 കിട്ടും. സോ ദിസ് ഇസ് 1. ആൻഡ് നമ്മൾ മുന്നേത്തെ സെക്ഷനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ടിയും എന്നും ഓർത്തോഗണലാണെന്ന് പറഞ്ഞിട്ടുണ്ട്.
ടിയും ടി ഡാഷും ഓർത്തോഗണലാണ്. എൻ എന്ന് പറയുന്നത് എന്താണ്? യൂണിറ്റ് ആക്കി കൊടുത്തിരിക്കുന്നതാണ്. സോ ടി ഡോട്ട് എൻ എന്താണ്? ഓർത്തോഗണലാണ്. സോ ടി ഡോട്ട് എൻ ഈക്വൽ ടു 0 വരും. സോ ദിസ് ടേം മൊത്തം എന്തായി പോകും? 0 ആയി പോകും. സോ വി ഡോട്ട് എ ഈക്വൽ ടു നമുക്ക് എന്താണ്? വി വി ഡാഷ് എന്നാണ് ഉള്ളത്. സോ നമുക്ക് വി ഡോട്ട് എ ഈക്വൽ ടു വി വി ഡാഷ് എന്ന് കിട്ടും. എ ടി എന്ന് പറയുന്നത് എന്താണ്? വി ഡാഷ് ആണ്. സോ എ ടി ഈക്വൽ ടു വി ഡാഷ് ആണ്. വി ഡാഷ് ഈക്വൽ ടു എന്തായിട്ട് എഴുതാം? വി ഡോട്ട് എ ഡിവൈഡഡ് ബൈ വി എന്ന് എഴുതാം. ദിസ് ഈസ് ഈക്വൽ ടു എന്താണ്? വി എന്ന് പറയുന്നത് ആറിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ്, എ എന്ന് പറയുന്ന ആറിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ്, സ്മോൾ വി എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു സ്പീഡ് മോഡ് ആർ ഡാഷ് ഓഫ് ടിയും. സോ നമുക്ക് ഇതിനെ ചേഞ്ച് ചെയ്ത് ആർ ഡാഷ് ഓഫ് ടി ഡോട്ട് ആർ ഡബിൾ ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ മോഡ് ആർ ഡാഷ് ഓഫ് ടി എന്ന് എഴുതാൻ പറ്റും. സോ നമുക്ക് എ ടിയുടെ ഫോമുല നമുക്ക് കിട്ടി. ഇനി നോർമൽ കമ്പോണൻ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. ടാൻജൻഷ്യലിൻ്റെ കണ്ടു. ഇനി നോർമൽ കമ്പോണൻ്റ് ആണ്. എ എൻ ഈക്വൽ ടു എന്താണ്? എ എൻ ഈക്വൽ ടു കെ വി സ്ക്വയർ ആണ്. സോ കെ വി സ്ക്വയർ, സോറി കാപ്പ വി സ്ക്വയർ. ഓക്കെ, കാപ്പയ്ക്ക് ഓൾറെഡി നമ്മൾ മുന്നേ ഒരു തിയറത്തിനകത്ത് ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. മോഡ് ആർ ഡാഷ് ഓഫ് ടി ക്രോസ് ആർ ഡബിൾ ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ മോഡ് ആർ ഡാഷ് ഓഫ് ടി ക്യൂബ് എന്ന് പറഞ്ഞിട്ട്. വി എന്ന് പറയുന്നത് മോഡ് ആർ ഡാഷ് ഓഫ് ടി ആണ്. സോ വി സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? മോഡ് ആർ ഡാഷ് ഓഫ് ടി സ്ക്വയർ ആണ്. സോ ഈ മോഡ് ആർ ഡാഷ് ഓഫ് ടി സ്ക്വയറും ഈ 3 എന്താവും? ക്യാൻസൽ ആവും. സോ മോഡ് ആർ ഡാഷ് ഓഫ് ടി ക്രോസ് ആർ ഡബിൾ ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ മോഡ് ആർ ഡാഷ് ഓഫ് ടി വരും. സോ നമുക്ക് എ എന്നിൻ്റെ നോർമൽ കമ്പോണൻറ്റിൻ്റെയും ഫോമുല നമുക്ക് കിട്ടി. ഇനി ഇവിടെ ഒരു എക്സാമ്പിളാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. എക്സാമ്പിൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എ പാർട്ടിക്കിൾ മൂവ്സ് അലോങ് എ കർവ് ഡിസ്ക്രൈബ്ഡ് ബൈ ദി വെക്റ്റർ ഫംഗ്ഷൻ ആർ ഓഫ് ടി ഈക്വൽ ടു ടി ഐ പ്ലസ് ടി സ്ക്വയർ ജെ പ്ലസ് ടി ക്യൂബ് കെ. ഫൈൻഡ് ദ ടാൻജൻഷ്യൽ സ്കേലാർ ആൻഡ് നോർമൽ സ്കേലാർ കമ്പോണൻസ് ഓഫ് ആക്സിലറേഷൻ ഓഫ് ദി പാർട്ടിക്കിൾ അറ്റ് എനി ടൈം ടി. സോ നമുക്ക് ഇവിടെ എ ടിയും എ എന്നും തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. ആർ ഓഫ് ടി നമുക്ക് തന്നിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഡെറിവേറ്റീവ്സ് കാണാം, ഡോട്ട് കാണാം, ക്രോസ് പ്രൊഡക്റ്റ് കാണാം, ആൻഡ് നമുക്ക് അതിൻ്റെ മോഡുലസ് കാണാം. സോ എന്നിട്ട് നമ്മൾ ആ ഒരു ഇക്വേഷൻസിൽ കൊടുത്താൽ മതി. ആർ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് നമുക്ക് എന്ത് വരും? ആർ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് ഐ പ്ലസ് 2 TJ പ്ലസ് 3 T സ്ക്വയർ കെ എന്ന് വരും. ആർ ഡബിൾ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നതോ ഇത് 0 ആയിപ്പോവും. ദെൻ ഇത് 2J പ്ലസ് 6 TK എന്ന് വരും. സോ 80 ഈക്വൽ ടു നമുക്ക് എന്ത് വരും? 80 ഈക്വൽ ടു 40 പ്ലസ് 18. ഇവിടെ ഐയുടെ കമ്പോണൻറ്റ് എന്താണ്? ഒരു സ്ഥലത്ത് 0 ആണ്. അതുകൊണ്ടാണ് ഐയുടെ കമ്പോണൻറ്റ് 0 ആയിപ്പോവും. ദെൻ മറ്റേ ജെയും കെയും മാത്രമേ നമുക്ക് അവിടെ ചെയ്യാനുണ്ടാവുള്ളൂ. സോ ദിസ് ഈസ് ഈക്വൽ ടു 40 പ്ലസ് 18 ടി ക്യൂബ് ഡിവൈഡഡ് ബൈ റൂട്ട് 1 പ്ലസ് 40 സ്ക്വയർ പ്ലസ് 9 T⁴ എന്ന് കിട്ടും. ദെൻ നമ്മൾ അതിൻ്റെ ഒരു ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക. ഇതായിരിക്കും ക്രോസ് പ്രോഡക്റ്റ് ചെയ്താൽ നമുക്ക് കിട്ടാം. ഐ ഇൻറ്റു ഈ റോയും ഈ കോളവും ഈ റോയും ക്യാൻസൽ ചെയ്യുന്നു. 2T ഇൻറ്റു 6T 12T സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 3 6T സ്ക്വയർ. സോ 12T സ്ക്വയർ മൈനസ് 6T സ്ക്വയർ 6T സ്ക്വയർ തന്നെയാവും. സോ 6T സ്ക്വയർ ആയി മൈനസ് ജെ ഇൻറ്റു ഈ കോളം മൈനസ് ചെയ്തു, ഈ റോയും മൈനസ് ചെയ്തു. സോ 1 ഇൻറ്റു 60 മൈനസ് 0 ഇൻറ്റു ആ വരുന്നത്. സോ 1 ഇൻറ്റു 60 മാത്രം നോക്കിയാൽ മതി, മറ്റേ 0 ആയി പോകുമല്ലോ. സോ മൈനസ് ജെ ഇൻറ്റു 60 വരും. സോ മൈനസ് 60J. ദെൻ പ്ലസ് കെ ഇൻറ്റു ഈ റോ ക്യാൻസൽ ചെയ്തു, ഈ കോളം ക്യാൻസൽ ചെയ്തു. 1 ഇൻറ്റു 2 മൈനസ് 0 ഇൻറ്റു 2T. സോ 2 വരും. സോ പ്ലസ് 2K എന്ന് വരും. സോ നമുക്ക് 60 സ്ക്വയർ ആയി മൈനസ് 60J പ്ലസ് 2K ആണ് എന്തെന്ന് പറയുന്നത് ആ ക്രോസ് പ്രോഡക്റ്റ് ചെയ്തിട്ട് കിട്ടുന്നത്. സോ ഇവിടെ AT അല്ല AN ആണ്. സോ AN ഈക്വൽ ടു നമുക്ക് എന്ത് വരും? ആർ ഡാഷ് ഓഫ് ടി ക്രോസ് ആർ ഡബിൾ ഡാഷ് ഓഫ് ടി. സോ നമുക്ക് മുന്നത്തെ തിയറത്തിനകത്തും ഇട്ടപ്പോൾ സിമ്പലിലൊരു വ്യത്യാസമുണ്ട്. മോഡുലസ് ഉണ്ട് ഇവിടെ. സോ ANന് മോഡുലസ് ആണ് കിടക്കുന്നത്. ഓക്കെ, ആ തിയറത്തിനകത്തും മാറ്റണം. അതിനകത്തും ചെറിയ പ്രിന്റിംഗ് മിസ്റ്റേക്ക് വന്നിരിക്കുകയാണ്. സോ മോഡുലസ് ഓഫ് AN എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി ക്രോസ് ആർ ഡബിൾ ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ മോഡ് ആർ ഡാഷ് ഓഫ് ടി ആയിരിക്കും. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിൻ്റെ മോഡുലസ് എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് 60 സ്ക്വയർ ഓൾ സ്ക്വയർ പ്ലസ് മൈനസ് 60 ഓൾ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. ദാറ്റ് മീൻസ് 36T⁴ പ്ലസ് 36
ടി സ്ക്വയർ പ്ലസ് 4 ഡിവൈഡഡ് ബൈ മോഡ് ആർ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് √1 പ്ലസ് 4t സ്ക്വയർ പ്ലസ് 9t⁴. സോ നമുക്ക് ഇതിനകത്ത് നമ്മൾ 2 ഔട്ട് സൈഡിൽ എടുക്കുന്നു. സോ നമുക്ക് എന്ത് കിട്ടുന്നു? 2 ഔട്ട് സൈഡിലേക്ക് വന്നാൽ മുകളിൽ നിന്ന് 2 ഔട്ട് സൈഡിലേക്ക് വന്നാൽ 4 ഔട്ട് സൈഡിലേക്ക് വന്നാൽ നമുക്ക് 2 × √9t⁴ പ്ലസ് 9t സ്ക്വയർ പ്ലസ് 1 എന്ന് വരുന്നു. താഴെ എന്താണുള്ളത്? 9t⁴ പ്ലസ് 4t സ്ക്വയർ പ്ലസ് 1 ആണ്. സോ an എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതായിരിക്കും an എന്ന് പറയുന്നത്. at എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതായിരിക്കും. സോ 4th മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ഓക്കെ, താങ്ക് യു.